വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം നമോ ഭഗവതേ വാസുദേവായ. കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുമ്പോ. കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുമ്പോ. നാരായണ 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 രാധാ ഗോവിന്ദ. തിരുമേനിയൊരീശനം നിർമാല്യമാകവെ കണ്ട് ഗിരിധരാവുന്നെ നമസ്കാരം ചെയ്യുമ്പോ. തിരുമേനിയൊരീശനം നിർമാല്യമാകവെ കണ്ട് ഗിരിധരാവുന്നെ നമസ്കാരം ചെയ്യുമ്പോ. കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുമ്പോ. നാരായണ 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 രാധാ ഗോവിന്ദ. ചന്ദനക്കഴു തെറ്റി തൈലം പൂശിക്കൊണ്ടു നിൽക്കും നന്ദഗോപാലനെ നമസ്കാരം ചെയ്യുന്നോ. ചന്ദനക്കാപ്പുകളറ്റി തൈലം പൂശിക്കൊണ്ടു നിൽക്കും നന്ദഗോപാലനെ നമസ്കാരം ചെയ്യുന്നോ. കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുന്നോ. നാരായണ 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 രാധാ ഗോവിന്ദ. എണ്ണൈ സ്നാനം ചെയ്തു കയ്യിൽ വാഴപ്പഴത്തോടെ നിൽക്കും കണ്ണാവും പാദത്തിൽ നമസ്കാരം ചെയ്യുമ്പോ. എണ്ണൈ സ്നാനം ചെയ്തു കയ്യിൽ വാഴപ്പഴത്തോടെ നിൽക്കും കണ്ണാവും പാദത്തിൽ നമസ്കാരം ചെയ്യുമ്പോ. കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുമ്പോ. നാരായണ 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 രാധാ ഗോവിന്ദ. കൂടം കൂടമാകപാലായി അഭിഷേകം ചെയ്യും വേളை ഗോവിന്ദനെ ഉന്നെ നമസ്കാരം ചെയ്യുന്നോ. കൂടം കൂടമാകപാൽ നാരായണ നാരായണ രാധാ ഗോവിന്ദ. കൊണ്ടൈമയിൽ പീലി മിന്ന മഞ്ചൾ പട്ടു കട്ടിക്കൊണ്ട് കൂട
കുഴലൂതും കൃഷ്ണ നമസ്കാരം ചെയ്യുന്നോ കൊണ്ടൈമയിൽ പീലിമിന്ന മഞ്ചൾ പട്ടു കട്ടിക്കൊണ്ട് കുഴലൂതും കൃഷ്ണ നമസ്കാരം ചെയ്യുന്നോ കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുന്നോ നാരായണ 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 രാധാ ഗോവിന്ദ തെച്ചി മന്ദാരം തുളസി താമര പൂമാലൈ ചാർത്തി അച്യുതനെ ഉന്നെ നമസ്കാരം ചെയ്യുന്നോ തെച്ചി മന്ദാരം തുളസി താമര പൂമാലൈ ചാർത്തി അച്യുതനെ ഉന്നെ നമസ്കാരം ചെയ്യുന്നോ കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുന്നോ നാരായണ 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 രാധാ ഗോവിന്ദ ദിവ്യനാമം ചൊല്ലിക്കൊണ്ട് ശിവേലിയിൽ ചുറ്റി വന്നു ശ്രീധര ഉണക്കു നമസ്കാരം ചെയ്യുന്നോ ദിവ്യനാമം ചൊല്ലിക്കൊണ്ട് ശിവേലിയിൽ ചുറ്റി വന്നു ശ്രീധര ഉണക്കു നമസ്കാരം ചെയ്യുന്നോ കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുന്നോ നാരായണ 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 രാധാ ഗോവിന്ദ ശ്രീരാവിനെ തീർത്തു വയ്ത്ത് പോരും വരം ആളിത്തിടും നാരായണ ഉന്നെ നമസ്കാരം ചെയ്യുന്നോ ശ്രീരാവിനെ തീർത്തു വയ്ത്ത് പോരും വരം ആളിത്തിടും നാരായണ ഉന്നെ നമസ്കാരം ചെയ്യുന്നോ കോവിൽ മുന്നേ കൂടി നിன்று കോടി ജന്മ പാപം തീര ഗുരുവായൂരപ്പ നമസ്കാരം ചെയ്യുന്നോ ശ്രീമൻ നാരായണ ഉന്നെ നമസ്കാരം ചെയ്യുന്നോ സത്യനാരായണ ഉന്നെ നമസ്കാരം ചെയ്യുന്നോ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ 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 രാധാ ഗോവിന്ദ നാരായണ നാരായണ രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ രാധാ ഗോവിന്ദ ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ പീതാംബരം കരവിരാജിത ശംഖചക്രകൗമോദകീ സരസിജം കരുണാസമുദ്രം രാധാ സഹായമതിസുന്ദരമന്ദഹാസം വാദാലയേശമനിശം ഹൃദി ഭാവയാമി വാഗബ്ധാവസംഭൃക്തോ വാഗബ്ധപ്രതിപത്തേ ജഗതപിതരോ വന്ദേ പാർവതീ പരമേശ്വരൗ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീ ഗുരുവായൂരപ്പൻ്റെ സജ്ജനങ്ങളുടെയും ഗുരുകാരണവന്മാരുടെയും ഒക്കെ എന്തെന്നില്ലാത്ത കാരുണ്യവർഷം. ആ കാരുണ്യവർഷമാണ്
ഇതേവരെ യാതൊരു ബുദ്ധിമുട്ടുമില്ലാണ്ട് നമുക്ക് ഭാഗവതം കൊണ്ട് നടക്കാൻ സാധിച്ചു. ഇത്രയും നേരം നമ്മൾ ഒരു ബുദ്ധിമുട്ടുമില്ലാണ്ട് വായിച്ചെങ്കിൽ, പറയാൻ സാധിച്ചെങ്കിൽ, കേൾക്കാൻ സാധിച്ചെങ്കിൽ അതെല്ലാം ഈ ശ്രീലകത്ത് മുന്നുന്ന ഗുരുവായൂരപ്പൻ്റെ കാരുണ്യം മാത്രമാണ്. നമ്മുടെ യാതൊരു മിടുക്കുമില്ല എന്നർത്ഥം. എന്തിനാണ് ഭാഗവതം? ഇനി നമുക്ക് ഒരു 4 അധ്യായം കൂടെ വായിച്ചാൽ മതി. 3 അധ്യായം മാർക്കണ്ഡേയൻ്റെ ചരിത്രം, ഒരധ്യായം കൊണ്ട് ഭഗവാന്റെ വിശ്വരൂപം, പിന്നീട് ഒരധ്യായം ഭാഗവതത്തിൻ്റെ മനനം, പിന്നെ ഒരധ്യായം സമർപ്പണം. ഇത്രയേ ഉള്ളൂ നമുക്ക് വായിക്കാൻ. 5 അധ്യായം വായിച്ചാൽ ഭാഗവതം തീർന്നു. അപ്പോൾ ആ ഭാഗവതത്തിനെ എന്തിനു വേണ്ടി നമ്മൾ വായിക്കണം? ആദ്യത്തെ ദിവസം നമ്മൾ പറയുകയുണ്ടായി, ശൗനകാദി 88,000-ൽ പരം ഋഷീശ്വരന്മാർ നൈമിഷാരണ്യം എന്ന പുണ്യസ്ഥലത്തിരുന്നു കൊണ്ട് അവർ ബ്രഹ്മസത്രം നടത്തിയെന്നാണ്. ഈശ്വരനെ ഭജിച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ട് അല്പനേരം യാഗങ്ങളൊക്കെ ചെയ്യും. കൂടുതൽ സമയം ഈശ്വര വിചാരം ചെയ്തിരിക്കുമ്പോൾ അവിടേക്ക് രോമഹർഷണൻ എന്ന സൂതൻ്റെ പുത്രനായിരിക്കുന്ന ഉഗ്രശ്രവസ് എന്ന ബലരാമസ്വാമിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാ പുരാണങ്ങളും പ്രകാശിക്കുന്ന ഒരു ഗുരുനാഥൻ മുമ്പിൽ വന്നു. ആ ഗുരുനാഥൻ്റെ പാദങ്ങളെ നമിച്ചുകൊണ്ട് പറഞ്ഞു, ജനങ്ങളൊക്കെ കലികാലത്ത് അല്പായുസുക്കളും അല്പബുദ്ധിക്കാരും അല്പഭാഗ്യന്മാരുമാണ്. ഒരാൾക്കും ആയുസ് പോലും കുറവായി വരുന്നു. അങ്ങനെയുള്ള സമയത്ത് മനഃശാന്തി ഇല്ലാണ്ടാവുന്നു. എല്ലാവരും മനസ്സമാധാനമില്ലാതെ കണ്ട് കഷ്ടപ്പെടുമ്പോൾ അവർക്കെല്ലാം മനഃശാന്തി ഉണ്ടാവാൻ എന്ത് വേണം? ഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്ന് ആദ്യം തന്നെ നമുക്ക് കാണിച്ചു തരികയാണ് അല്ലേ. അപ്പോൾ ഭാഗവതം ആർക്ക് വേണ്ടിയിട്ടാണ്? ക്ഷേത്രം നന്നാവാനോ തേവര് നന്നാവാനോ അല്ല, പിന്നെയോ നമ്മുടെ മനഃശാന്തിക്കാണ് ലക്ഷ്യം. ഓരോ പുരാണങ്ങൾക്കും ആദ്യം തന്നെ ഇതിൻ്റെ ഉദ്ദേശം പറയും. അതാണ് അതിൻ്റെ സങ്കല്പം. ആ സങ്കല്പം വെച്ചുകൊണ്ടാണ് ഭാഗവതം തുടങ്ങുന്നതും അവസാനിപ്പിക്കുന്നതും. ഇപ്പോൾ പരമമായിരിക്കുന്ന ലക്ഷ്യം എന്താണ്? നമുക്ക് പരമമായിരിക്കുന്ന മനഃശാന്തി മാത്രമല്ല ശ്രേയസ്സും ഉണ്ടാവണം. വേണ്ടേ? നമുക്ക് രണ്ടും ആവശ്യമാണ്. ഇഹത്തിലും പരത്തിലും ഒരേപോലെ സൗഖ്യം നേടണം, അതേപോലെ തന്നെ ആനന്ദം അനുഭവിക്കണം. അതേപോലെ തന്നെയാണ് മനഃശാന്തി. എവിടെ മനഃശാന്തി ഉണ്ടോ അവിടെ ആനന്ദമുണ്ട് അല്ലേ. മനഃശാന്തി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? അവിടെ പരമമായിരിക്കുന്ന പ്രേമം ഉണ്ടാവണം. പരമപ്രേമം എന്ന് പറഞ്ഞാലോ എല്ലാവരെയും ഒരേപോലെ കാണാൻ സാധിക്കുക, സ്നേഹിക്കാൻ സാധിക്കുക. ആ ഒരു മനസ്സിനുടമകളായി തീരണം. പരമപ്രേമമുള്ളിടത്ത് പരമശാന്തി ഉണ്ടാവും. പരമശാന്തി അനുഭവിക്കുന്നിടത്ത് ഈശ്വരാനുഗ്രഹം പൂർണ്ണമായിട്ടുണ്ടാവും. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത് വല്ലതും ഉണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. നമുക്ക് ആർക്കൊക്കെ സ്നേഹിക്കാൻ സാധിക്കും? ആരെയൊക്കെ നമ്മൾ മാറ്റി നിർത്തണോ? ആരെയൊക്കെ നമ്മൾ കൂട്ടിച്ചേർക്കണോ? അല്ലേ? ഓരോന്ന് ആലോചിച്ചാൽ അറിയാം. എൻ്റെ മനസ്സിലില്ലാത്ത ഈ പ്രേമമല്ലേ നമ്മുടെ ദുഃഖത്തിന് കാരണം. അപ്പം എൻ്റെ മനസ്സിനെ ആ ഒരു തലത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരലാണ് ഭാഗവതൻ്റെ ലക്ഷ്യം. അതിനാണ് സൂതൻ പറഞ്ഞത്, ആദ്യം എന്ത് വേണം? സവൈ പുംസാം പരോ ധർമ്മോ യഥോ ഭക്തി അധോക്ഷജേ അഹൈതുക്യാ പ്രതിഹത ആത്മാ സംപ്രസീതതി. ആദ്യം ഭാഗവതം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? അവനവനെ സ്നേഹിക്കുന്നതാണ്. നമ്മൾ സ്നേഹിച്ചിട്ടുണ്ടോ അവനവനെ? ഒന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. എന്നെ ഞാൻ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ആരായിരുന്നു? എന്നെ ഞാൻ സ്നേഹിക്കണില്ല. ഞാൻ പൂച്ചക്കുട്ടിയും പട്ടിക്കുട്ടിയൊക്കെ നമ്മൾ സ്നേഹിക്കേണ്ടത്. സ്നേഹിക്കാത്ത ഒരാൾ നമ്മൾ മാത്രമേ ഉള്ളൂ എന്നാണ് ഭാഗവതം പറയണു. എന്നെ സ്നേഹിക്കാൻ പഠിക്കൂ, അപ്പോഴാണ് നമുക്ക് മറ്റുള്ളവരെയും സ്നേഹിക്കാൻ പഠിക്കുക അല്ലേ. പരമപ്രേമം വരണമെങ്കിൽ ആദ്യം എന്നോടൊരു ആത്മാർത്ഥത. നമ്മൾ പറയാറില്ലേ, ആത്മാർത്ഥമായിട്ടാണ് ഞാൻ പറഞ്ഞതെന്നൊക്കെ പറയും, വെറുതെ പറഞ്ഞതാണ്. ആത്മാർത്ഥം എന്താണ്? ശരിക്കും നമ്മൾ ആത്മാവിൽ നിന്നുകൊണ്ട് താൻ ആരാണെന്ന് അറിഞ്ഞുകൊണ്ട് അതിൽ ലയിച്ച് നിന്നുകൊണ്ട് പറയാറാവും നമുക്ക്. അപ്പോൾ അത് മാത്രം മതി. അതിനെന്ത് വേണം? അതിന് സൂതൻ പറഞ്ഞു, ശൃണ്വതാം സ്വകഥാം കൃഷ്ണ പുണ്യശ്രവണ കീർത്തന. അതിനല്ലേ മഹാത്മാക്കളെ നമുക്ക് 2 ചെവി തന്നിരിക്കണത്. ഈ ചെവി എന്തിനുള്ളതാ? ശ്രവണമിന്ദിരാരമണ നിൻ കഥാ ശ്രവണം കൊണ്ടു താൻ ഫലമണയണം. ഈ ചെവിയിട്ട് തന്നിരിക്കണതേ കണ്ണൻ്റെ നല്ല നല്ല കഥകൾ കേൾക്കാനാണ്. നല്ലത് മാത്രം. ഒരാളെക്കുറിച്ച് മോശമായിട്ടുള്ളത് നമ്മുടെ ചെവിട്ടിൽ കേൾക്കരുത് അല്ലേ. ആലോചിച്ച് നോക്കിക്കോളൂ. നേരം വെളിച്ചായി, രാത്രി 11 മണി 12 മണിക്കൊക്കെ ഇപ്പോൾ ഉറക്കം. ആ
ആ 12 മണി വരെ നമ്മൾ കേൾക്കുന്നതെല്ലാം എന്തായിരിക്കും? ആ കുന്തമുടെ ചവിട്ടിൽ തിരികെ വെച്ചാൽ പിന്നെ പറയുകയും വേണ്ട, എന്തൊക്കെയാണ് നമ്മൾ കേൾക്കണമെന്നറിയില്ല. മറ്റേതാരെങ്കിലും പറഞ്ഞു കേട്ടാലും ഇപ്പം അത് വേണ്ട, നേരിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ അങ്ങനെ പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് നമുക്ക് സുഖം കിട്ടുക? എന്താണോ നമ്മുടെ ചവിട്ടിൽ കൂടി നമ്മുടെ ഉള്ളിലേക്ക് കയറുന്നത്, അതാണ് ആസുരികത. ദേവീഭാഗവതത്തിൽ ആദ്യം തന്നെ പറയും, മധുകേടഭമാരുണ്ടായത് ഭഗവാന്റെ കർണമെടുത്തിന്നാന്ന് പറയും. ഭഗവാൻ പതുക്കെ ചെവി തോണ്ടിയിട്ട് എടുത്ത് കളഞ്ഞു. അത്ര ഉള്ളിൽ വേണ്ട സാധനമില്ലേ, എടുത്ത് കളഞ്ഞു. അതിൽ നിന്നാണ് അസുരന്മാരുണ്ടായതെന്നാണ്. അപ്പോൾ ദേവീഭാഗവതത്തിൻ്റെ ലക്ഷ്യം എന്താണെന്നറിയോ? നല്ലത് കേൾക്കണം. ഭദ്രം കർണീഭി ശുണയാമദേവ. നല്ലത് കേൾക്കണം എന്ന് പറഞ്ഞാണ് ദേവീഭാഗവതം തുടങ്ങുക. അപ്പോൾ ചുവട്ടിലേക്ക് എന്ത് നല്ലത് വരുന്നുണ്ടോ അതിൽ നിന്ന് നന്മ ഉണ്ടാവും നമുക്ക്. എന്ത് തീയത് വരുന്നുണ്ടോ അതിൽ നിന്ന് മനസ്സെപ്പോഴും അഴുക്കായിട്ട് പോകും അല്ലേ? ഏത് കേൾക്കണം എന്ന് ഭാഗവതം പറയാം. അതാണ് നല്ലത് കേൾക്കൂ. നല്ലതിനെ കേട്ട് ഉള്ളിൽ ഉറപ്പിക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ സുഖമായ ആ ദിശ എവിടെയും നമുക്ക് സുഖം അനുഭവിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ എവിടെ പോയാലും നമുക്ക് എന്തുണ്ടാവും? ദുഃഖം മാത്രം. നമ്മൾക്ക് ഭാഗവതം കേൾക്കാൻ പോയിട്ട് എന്തോ ആ ദുഃഖം അനുഭവിച്ച കണക്കില്ല, പോകേണ്ടിയിരുന്നില്ല, ഇങ്ങനെയൊക്കെ തോന്നി ചില ആളുകൾ പറഞ്ഞേക്കാം. അപ്പോൾ എന്തുകൊണ്ട് നമുക്കിതൊക്കെ അനുഭവിക്കേണ്ടി വരണമെന്ന് വെച്ചാൽ നമ്മൾ നല്ലത് കേൾക്കണില്ല, നമ്മൾ നല്ലത് പറയണില്ല, നല്ലത് മനസ്സിലാക്കണില്ല. ഭാഗവതം ആ നല്ലതിനെ കാണിച്ചു തരുമ്പോഴാണ് മനസ്സ് എല്ലാ വിഷയങ്ങളിൽ നിന്നും മുക്തി നേടുക. ആ മുക്തിയെക്കുറിച്ചാണ് ഏകാദശത്തിൽ പറയുക. അപ്പോൾ മുക്തി നേടുക എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഓരോരുത്തർ പറയുന്നുണ്ട്, അയാൾ താൻ മരിച്ച് അയാൾ മോക്ഷം നേടി എന്നൊക്കെ പറയും. മരിച്ചിട്ടല്ലാട്ടോ മോക്ഷം നേടുക. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ നമുക്ക് എന്ത് വേണം? എല്ലാ ബന്ധനങ്ങളിൽ നിന്നും നമുക്ക് മോചനം വേണം അല്ലേ? നമുക്കങ്ങനെയല്ല. നമ്മൾ ഓരോ ദിവസം കഴിയും തോറും ബന്ധനങ്ങളിലേക്ക് കൊണ്ടങ്ങനെ ആണ്ടാണ്ട് പോകുമ്പോൾ നമുക്ക് എവിടെയാണ് ദുഃഖം വരാണ്ടിരിക്കുന്നത്? അതെന്തായതിന് കാരണം? അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും, ഒരു നദിയിൽ 2 വഞ്ചി കിടക്കണ്ടായിരുന്നു അത്രേ. അപ്പോൾ നല്ല കാറ്റിങ്ങനെ വന്നപ്പോൾ നല്ല ഓളം വെട്ടിയപ്പോൾ ഒരു വഞ്ചി ഇങ്ങനെ അകന്ന് ഇങ്ങനെ പോയി അത്രേ. അടുത്ത വഞ്ചി എന്ത് ചെയ്തു? ഞാനും ഉണ്ട് നിൻ്റെ കൂടെ എന്ന് പറഞ്ഞ് പോന്നു. അങ്ങനെ കുറച്ച് ദൂരം ചെന്നപ്പോൾ അതിലും വേഗത്തിൽ അത് കരയിലേക്ക് പോകുന്നു അത്രേ. പല പ്രാവശ്യമായി കഴിഞ്ഞപ്പോൾ ഈ വഞ്ചി വിചാരിക്കാം, ആ ചേട്ടൻ പോയാലും എനിക്ക് പോകാൻ പറ്റിയില്ലല്ലോ, എന്തേ ഇപ്പം അതുപോലെ എനിക്ക് പോകാൻ പറ്റാത്തത്? വിഷമായി. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് അത്ര അതിനൊരു ചെറിയ ചരട് കൊണ്ട് കരയിലൊരു കുറ്റിമ കെട്ടിയിട്ടിരിക്കണം. അതാണ് അത്ര അതിന് പോകാൻ പറ്റാത്തത് അല്ലേ? ഇതേപോലെയാണ് നമ്മൾ ഓരോരുത്തരും. എന്തുകൊണ്ടാണ് ഭാഗവതം കേൾക്കാൻ വരാൻ പറ്റാത്തത്? പ്രാരബ്ധമല്ലേ? എന്താ ഇപ്പം പറയാമെന്ന്. ഒരിടത്ത് ഞാൻ വായിക്കുമ്പോൾ ഒരമ്മ ഇതുപോലെ ഇന്നും മുമ്പിൽ വന്നിരിക്കുകയെ. അപ്പോൾ ഒരു ദിവസം അമ്മയെ കണ്ടില്ല. അപ്പോൾ എനിക്കതൊരു വിഷമമായി. കാരണം നമ്മളെന്നും അങ്ങനെ ശ്രദ്ധയോടുകൂടി ഇരിക്കുന്ന ആൾക്കാരെ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. പിറ്റേ ദിവസം ഞാൻ അമ്മയോട് ചോദിച്ചു, അമ്മ എന്താ ഇന്നലെ വന്നില്ല എന്ന് ചോദിച്ചു അത്ര. അപ്പോൾ അമ്മ പറഞ്ഞു, ഒരു പൂച്ചക്കുട്ടി വരാറുണ്ട് സ്വാമി വീട്ടിൽ, അതിന് തീറ്റ കൊടുത്തിട്ടാണ് വരാറ് ഞാൻ, അത് ഇന്നലെ വന്നില്ല, ഞാൻ അതിനെ നോക്കിയിരുന്നു അത്ര. വളരെ ഭംഗിയായി. ആ പൂച്ചക്കുട്ടിയോട് അതിന് ആ അമ്മയ്ക്ക് വന്നൊരു ബന്ധം. അതെവിടെയോ നടന്നു പോണ പൂച്ച, അല്ലാണ്ട് അമ്മ വളർത്തണ പൂച്ച എന്നല്ല. പക്ഷെ അതിനെന്നും തീറ്റ കൊടുക്കും അമ്മ, അതൊരു സ്നേഹം. പക്ഷേ അതിനോടൊരു മമത വന്നു. അപ്പോൾ എന്തായെന്നറിയോ? ഒരു ദിവസത്തെ ഭാഗവതം അമ്മയ്ക്ക് നഷ്ടപ്പെട്ടു. അമ്മയ്ക്ക് അതായിരുന്നു വിഷമം. പൂച്ച വന്നിരുന്നെങ്കിൽ ഞാൻ വന്നിരുന്ന് ഭാഗവതം കേട്ടേനെ. പൂച്ച വരാത്ത കാരണം എൻ്റെ ഒരു ദിവസം പോയി എന്നാണ്. ഇതാണ് നമ്മുടെ അവസ്ഥ. ആരോടൊക്കെയാണ് നമുക്ക് ഈ മമത എന്ന് ചോദിച്ചാൽ അത് പറയുകയില്ല. എപ്പോൾ നമ്മൾ മമതയും വിടണോ? മമത എന്ന് പറഞ്ഞാൽ അവിടെ ഒരു സാധനം അതല്ല കേട്ടോ, നമ്മുടെ മനസ്സിലുള്ളൊരു മമത. ഈ മമത എപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് പോകണോ അപ്പം നമ്മൾ ആരായിട്ട് മാറും. അതിൻ്റെ പേരാണ് മോക്ഷം, മുക്തി എന്ന് നമ്മൾ പറയാം അല്ലേ? മമതാത്യാഗം എന്നാണ് ഭാഗവതം അതിന് പറയുന്ന വാക്ക്. അത് നമുക്ക് നേടാൻ സാധിക്കണം. അപ്പോൾ ഭഗവാൻ അങ്ങനെയുള്ള ഒരാളാണ്. എത്രമാത്രം നമ്മൾ ഭജിച്ചാലും ഭഗവാൻ നമ്മുടെ ഒരു ഗുണങ്ങളും തപ്പിയെടുക്കാറില്ല. നമ്മുടെ മനസ്സ് മാത്രമേ നോക്കാറുള്ളൂ. നീ മറ്റുള്ള അറ്റാച്ച്മെൻറ്റുകളൊക്കെ വിട്ടിട്ടാണോ നീ എന്നെ സ്നേഹിക്കുന്നത്? നീ എൻ്റെ കയ്യിലിരിക്കും. എല്ലാവരോടും ബന്ധം നിനക്കുണ്ടെങ്കിൽ നീ ആ വഴിക്ക് പോക്കോ, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നു പറയും. അതാണ് ഭഗവാൻ. അത് കാണിച്ചു തരികയാണ് ഏകാദശത്തിൽ ആദ്യത്തെ അധ്യായത്തിൽ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, 125 വർഷം പൂർത്തിയാക്കി ഭഗവാൻ തൻ്റെ കുലത്തിനെ കൂടി നശിപ്പിക്കാൻ ശ്രമിക്കണം. എന്തുകൊണ്ടാണ് അങ്ങനെ ശ്രമിക്കണത്? തൻ്റെ കുലമല്ലേ. നമ്മളൊക്കെ എപ്പോഴും പ്രാർത്ഥിക്കുന്നത് എന്താ? കുലം ച കുലധർമ്മം ച മാം ച പാലയ പാലയ, എന്നെയും എൻ്റെ കുലത്തിനെയും രക്ഷിക്കണമെന്ന് ഞാൻ ഭഗവാനോട് പ്രാർത്ഥിക്കുമ്പോൾ ഗുരുവായൂരപ്പൻ എന്താ ചെയ്തത്? തൻ്റെ യദുവംശത്തിനെ കൂടി നശിപ്പിക്കാൻ തീരുമാനിച്ചു. കണ്ണൻ അങ്ങനെ കൊട്ടാരത്തിലിരിക്കുമ്പോൾ ധാരാളം ഋഷിമാർ വന്നത്ര കണ്ണനെ കാണാൻ.
കണ്ണനെ കണ്ടു, പ്രദക്ഷിണം വെച്ചു, നമസ്കരിച്ചു, പാദങ്ങളെ പൂജിച്ചു. അവർക്കെല്ലാം കണ്ണനെ കണ്ടിട്ട് പോകാൻ തോന്നുന്നില്ല അത്ര. എല്ലാവരും ആ പൊന്നുണ്ണിക്കണ്ണൻ്റെ പാദാതികേശം കേശാദിപാദം കണ്ടങ്ങനെ എല്ലാം മറന്നിരിക്കുകയാണ് അവർ. എന്തുകൊണ്ടാണെന്നറിയോ? ഇങ്ങനൊരു കൃഷ്ണാവതാരം ഉണ്ടാവണമെങ്കിൽ എത്രയോ യുഗങ്ങൾ കഴിയേണ്ടി വരും. യുഗങ്ങൾ കഴിഞ്ഞാലും ഇങ്ങനെ കൃഷ്ണാവതാരം ഉണ്ടാവുന്നോട്ട് പറയാനും പറ്റില്ല. അതുകൊണ്ട് ആ വന്ന അവതാര സ്വരൂപത്തിനെ, ആ മനോഹരമായിരിക്കുന്ന സ്വരൂപത്തിനെ ശ്രോത്രയിച്ച പീത്വ കണ്ണുകൊണ്ടും കാതുകൊണ്ടും അവരെങ്ങനെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ദിവസം ഭഗവാൻ അവരുടെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. കുറച്ച് നേരം ആലോചിച്ചപ്പോൾ അവർക്ക് പുഞ്ചിരിയുടെ മഹിമ മനസ്സിലായി. ഞങ്ങളോട് പോകാനാണ് അത്ര ഭഗവാൻ പറഞ്ഞത്. ഭഗവാന് പോകേണ്ട സമയമായി, നിങ്ങളിവിടെ ഇരുന്നാൽ ശരിയാവില്ല എന്നുള്ള മട്ടിലാണ്. എല്ലാവരെയും ആ പുഞ്ചിരിച്ചോടുകൂടി ആ ഋഷിമാരൊക്കെ വീണ്ടും നമസ്കരിച്ചുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവർ പോകുന്ന സമയത്താണ് പിണ്ടാരകം എന്ന് പേരായിരിക്കുന്ന നല്ലൊരു തീർത്ഥക്കര. ആ തീർത്ഥക്കരയിൽ പിണ്ടാരകത്തിനൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിൽ സ്നാനം ചെയ്താൽ മതി എന്നാണ്. രാജസൂയ ഫലം ലഭേ എന്നാണ് പറയാം. രാജസൂയം ചെയ്തതായിരിക്കുന്ന ഫലം കിട്ടും. അത്രയും കേമമായിരിക്കുന്ന ആ തീർത്ഥക്കരയിൽ ഭഗവാന്റെ പുത്രന്മാരും പൗത്രന്മാരും ഒക്കെ കളിച്ചുകൊണ്ടിരിക്കണം അത്ര. അവർക്കിപ്പോഴും കളി മാറിയിട്ടില്ല എന്നാണ്. ആലോചിച്ച് നോക്കിക്കോളും. എന്തുകൊണ്ടാണ് അവർ ലൗകികമായിരിക്കുന്ന കളിച്ചിരികളിലേക്ക് പോകാനുള്ള കാരണം? ഈശ്വരനെ അറിഞ്ഞില്ല എന്നാണ്. സാക്ഷാൽ ഈശ്വരൻ തങ്ങളുടെ എല്ലാമായിട്ട് തൻ്റെ കുലത്തിൽ അവതരിച്ചിട്ടും ആ വംശത്തിൽ പിറന്നിട്ടും അവർ ഭഗവാനെ ഏതുപോലെ കണ്ടു എന്നറിയോ? കുളത്തിൽ നോക്കിയാൽ, വൈകുന്നേരം നോക്കിയാൽ ചന്ദ്രബിംബം ഇങ്ങനെ കുളത്തിൽ കാണും. അപ്പോൾ കുളത്തിൽ വലിയ മത്സ്യങ്ങളൊക്കെ അതിൽ കിടക്കുന്നുണ്ടല്ലോ. ആ മത്സ്യങ്ങൾ ഇങ്ങനെ വന്ന് നോക്കും. അപ്പോൾ വെള്ളം അനങ്ങുമ്പോൾ എന്തുണ്ടാവും? ഈ ചന്ദ്രബിംബം ഇങ്ങനെ അളകും അല്ലേ? ആ സമയത്ത് ഈ മത്സ്യങ്ങൾ എന്താ വിചാരിക്കാമെന്നറിയോ? ഇത് ഞങ്ങളെക്കാളും എന്തോ ഒരു പ്രത്യേകതയുള്ള മത്സ്യമാണെന്ന് വിചാരിക്കുള്ളൂ. അപ്പോൾ ചന്ദ്രനുണ്ടോ വെള്ളമായിട്ട് വല്ല ബന്ധവും? അതേപോലെയാണ് ഭഗവാനെ കണ്ടതെല്ലാം അവരെങ്ങനെയായിരുന്നു? ഞങ്ങളെക്കാളും എന്തൊക്കെയോ പ്രത്യേകതകളുള്ള ഒരു ആളായിട്ട് മാത്രമേ കണ്ടുള്ളൂ. അതിനപ്പുറത്തേക്ക് സർവേശ്വരനായിട്ട് കാണാൻ അവർക്ക് സാധിച്ചില്ല എന്നാണ്. അതുകൊണ്ട് എന്തായി? വേണ്ട മാതിരി അവർ ആദരിച്ചില്ല എന്ന് മാത്രമല്ല, അഹങ്കാരമാകുന്ന മദ്യം സേവിച്ച് മതോന്മത്തന്മാരായി അവരങ്ങനെ നടക്കണ കണ്ടപ്പോൾ ഭഗവാന് തോന്നി, എന്തിനാ ഇങ്ങനെയുള്ളവരൊക്കെ ഇരിക്കണതല്ലേ? ഇതാണ് ഭഗവാന്റെ ഭാവം. എവിടെ അഹങ്കാരം വരണോ, എവിടെ അധർമ്മം വരണോ, അതിനെ നശിപ്പിക്കലാണ് ഭഗവാൻ ചെയ്യുക. അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ആ ബ്രാഹ്മണരുടെ ആ പുഞ്ചിരി ബ്രാഹ്മണർക്ക് മനസ്സിലായി, എന്തോ ചെയ്യാൻ പോണു, ഞങ്ങളെ കൊണ്ട് എന്തോ ചെയ്യിക്കാൻ പോണു. അവർ വരുമ്പോൾ കാണുന്ന കാഴ്ച എന്താണെന്നറിയോ? ആ ധാരാളം ഋഷിമാരിങ്ങനെ നടന്നു വരണം കണ്ടപ്പോൾ ഇവിടെ സാമ്പൻ, ജാമ്പവതിയുടെ പുത്രൻ സാമ്പനെ ഒരു പൂർണ്ണ ഗർഭിണിയുടെ വേഷം കെട്ടിച്ചത്ര. വൈക്കത്തൊരു തലേണയൊക്കെ വെച്ച് കെട്ടി മരത്തിൻ്റെ പുറകിൽ നിർത്തി. എന്നിട്ട് അവരോട് പറഞ്ഞു, മനുഷ്യമാരെ നിങ്ങൾക്ക് നമസ്കാരം. ഞങ്ങളുടെ കൂടെ ഒരു പൂർണ്ണ ഗർഭിണിയായിരിക്കുന്ന ഒരു കുട്ടിയുണ്ട്. അവൾ പ്രസവിക്കുന്നത് എന്തായിരിക്കും എന്നാണ് ചോദ്യം. ഇത് കേട്ടോടുകൂടി പ്രസോഷ്യന്തി പുത്രകാമ കിംസിൽ സഞ്ജനീഷ്യതി. അവരുടെ ചോദ്യം അതാണ്, ഈ കുട്ടി പ്രസവിക്കുന്നത് എന്തായിരിക്കും? ആ സജ്ജനങ്ങൾക്ക് ഭഗവാന്റെ പുഞ്ചിരിയുടെ മഹിമ മനസ്സിലായി. അവർ പറഞ്ഞു, മുസലം കുലനാശനം. ഈ കുട്ടി പ്രസവിക്കുന്നത് ഒരു ഇരുമ്പൊലക്കയായിരിക്കും, അതുകൊണ്ട് നിങ്ങളുടെ കുലം മുടിയും എന്നാണ് പറഞ്ഞിട്ട് അവർ പോയി. എല്ലാവരും പൊട്ടിച്ചിരിച്ചു. മണ്ടന്മാർ, ഋഷിമാർ ഇങ്ങനെയുണ്ടോ? കാരണം ഒരു ആണിനെ പെണ്ണിൻ്റെ വേഷം കെട്ടി ഇതുപോലെ കെട്ടി വെച്ചിട്ട് അത് ഉരുമ്പളിക്ക് പ്രസവിക്കുന്നൊക്കെ പറയാം. ഇങ്ങനെയുണ്ടോ മണ്ടന്മാർ? ത്രികാലജ്ഞാനികളാണത്രേ. അവരൊന്ന് പൊട്ടിച്ചിരിച്ചു. പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ തലയണക്കെട്ട കഴിച്ച് നോക്കിയപ്പോൾ ഒരു നീളത്തിൽ ഒരു ഇരുമ്പളിക്കിരിക്കണം. അവർക്ക് ഭയമായി. എന്നാൽ ആ സജ്ജനങ്ങളെ ആശ്രയിക്കണ്ടേ? എന്താ ഇതിന് പരിഹാരം? അതല്ല അവർക്ക് തോന്നിയത്. എന്നാൽ ഭഗവാനോട് ചോദിക്കണ്ടേ? ഭഗവാൻ വലിയ വില കാണിച്ചില്ല. അവർ ഉഗ്രസേന മഹാരാജാവിൻ്റെ അടുത്ത് ചെന്നു. ആരോ ഉഗ്രസേനൻ? കംസൻ്റെ അച്ഛനാണ്. അപ്പോൾ ഏതാണ്ട് കംസൻ്റെ സ്വഭാവമൊക്കെ മൂപ്പർക്കും ഉണ്ടാവുമല്ലോ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്ന് ചോദിച്ചു, ഈ ഇരുമ്പൊളയ്ക്ക് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. അതിന് ബുദ്ധിമുട്ടൊന്നും വേണ്ട, അത് രാഗി പൊടിയാക്കി ഇത് ആ കടലിൽ കളഞ്ഞേക്കാൻ പറഞ്ഞു. അവരെത്ര നേരം കൊണ്ടാണ് ആ ഇരുമ്പൊളയ്ക്ക നിമിഷം തീരുന്നവരും വലുതാവാൻ തുടങ്ങി. അവർ ഉരച്ചൊരച്ച് പൊടിയാക്കി കടലിൽ കളഞ്ഞു. അതുകൊണ്ട് എന്ത് പ്രയോജനം? കടൽ പറഞ്ഞു, എനിക്ക് വേണ്ട ഇതൊന്നും, ശാപത്തിൻ്റെ ഭാഗമല്ലേ ഇത്, അതുകൊണ്ട് എനിക്ക് വേണ്ട, കടൽ വേണ്ടാത്തൊന്നും സ്വീകരിക്കില്ല. ഒറ്റയടിക്ക് ആ ഇരുമ്പ് പൊടികളെ മുഴുവനും കടലിൻ്റെ തീരത്തേക്ക് കിലോമീറ്റർ ദൂരേക്ക് തെറിപ്പിച്ചു. അവിടെയെല്ലാം ഇരുമ്പൊലയ്ക്ക് പോലെ ഏരകപ്പുല്ലുകളായിട്ട് അവിടെ നിൽക്കണം. ഇതൊക്കെ മനസ്സിലാക്കിയതായിരിക്കുന്ന ശ്രീനാരദ മഹർഷി അവിടുന്ന് പോയില്ല. കാരണം എല്ലാവരും പോകുമ്പോഴും
നാരദന് ഒരിക്കലും പോകാൻ പറ്റില്ല. കണ്ണനെ വിട്ടിട്ട് കണ്ണാ 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 എന്ന് വിളിച്ചങ്ങനെ പിന്നാലെ നടക്കുന്ന നാരദന് എങ്ങനെ പോകാൻ സാധിക്കുക? എവിടെ ഈ മറ്റു ഋഷിമാരെ പോലെയല്ല നാരദന് ഭഗവാൻ കൊടുത്തിരിക്കുന്നത് എന്താ? ഭഗവാൻ നാരദനാണ്. തന്നോട് തുല്യമായിരിക്കുന്ന ഒരു സ്ഥാനം ശ്രീനാരദ മഹർഷിക്ക് കൊടുത്തിട്ടുണ്ട്. മറ്റാര് ഋഷിമാർ വന്നാലും ഭഗവാൻ അങ്ങനെ എഴുന്നേറ്റ് വന്ദിക്കില്ല. പക്ഷെ ശ്രീനാരദ മഹർഷി വന്നാൽ വന്ദിക്കുക മാത്രമല്ല, നാരദനെ പൂജിക്കും. തന്നോടൊപ്പമാണ്, തന്നോട് തുല്യമാണ്. സകല കുശലപാത്രം ബ്രഹ്മപുത്രം അതാസ്മി. ആ ശ്രീനാരദ മഹർഷി കണ്ണനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചും ആ കണ്ണീരൊഴുക്കിക്കൊണ്ട് നാമം ജപിച്ചും കണ്ണൻ്റെ മുമ്പിൽ അങ്ങനെ ഇരിക്കാം. അങ്ങനെ ഇവിടെ പറയണു, മുകുന്ദചരണാംബുജം എല്ലാം വിട്ടുകൊണ്ട് കൃഷ്ണോപാസനലാലസ, കൃഷ്ണ ഉപാസനയാകുന്ന ആ ആനന്ദത്തിൽ ലയിച്ചുകൊണ്ട് ശ്രീനാരദ മഹർഷി ഇരിക്കുമ്പോഴാണ് നമ്മുടെ വസുദേവർ അദ്ദേഹം വന്ന് നാരദ മഹർഷിയുടെ പാദങ്ങളെ നമിച്ചുകൊണ്ട് പറഞ്ഞു, നാരദ മഹർഷിയെ എനിക്ക് ഭഗവത് ധർമ്മങ്ങളൊന്ന് പറഞ്ഞു തരുമോ? കണ്ണൻ്റെ അടുത്തേക്ക് എത്താനുള്ള മാർഗങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരുമെന്നാണ്. ഇതിനു മുമ്പൊന്നും നാരദ മഹർഷിയെ കണ്ടപ്പോൾ അദ്ദേഹം ഇത് ചോദിച്ചിട്ടില്ല. നല്ല വിഷയമായിട്ടോ ഇത്. കാരണം ഇത്രയും ദിവസം നമ്മൾ കേട്ട കഥ പോലെയല്ല ഏകാദശം. സാധാരണ ഈ ഏകാദശമൊന്നും ആരും കേൾക്കാനിരിക്കില്ല. എന്താണെന്നറിയോ? ഇത്തിരി കെട്ടിയായിട്ടുള്ള വിഷയമാണെങ്കിലും പറയാൻ രസം ഇതാണ്. കഥ പറയുന്നേക്കാളും രസം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് വേണ്ടത് മുഴുവൻ പറയാൻ ഒരു സപ്താഹത്തിനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. അത് വേറൊരു കഥ. കാരണം അത്രേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. 12 ദിവസം ഉണ്ടായിട്ടൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ പിന്നെ ഈ അരമണിക്കൂർ കൊണ്ട് എന്ത് പറയാനോ നമ്മളെ കൊണ്ട് സാധിക്കില്ല, ഉറപ്പാണ്. എന്നാലും അഹങ്കാരം കൊണ്ട് പറയാനിരിക്കണതാണ്. എന്ന് വെച്ചാൽ അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണമല്ലോ. ഏകാദശത്തിൽ ഇന്നതൊക്കെ ഉണ്ടെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതാണ് കാരണം. ഭാഗവതമാകുന്ന നല്ല പുഷ്പം, അതിൻ്റെ ഉള്ളിലെ തേനാണ് ഏകാദശം. അപ്പോൾ സത്യത്തിനെ അറിയലാണ്, ഈശ്വരനെ അറിയലാണ് ഏകാദശം. ഇനി ദ്വാദശം ഇപ്പം നമ്മൾ 7 വരെ വായിച്ചു. ഇനി ദ്വാദശത്തിൻ്റെ ലക്ഷ്യം എന്താണ്? ഈശ്വരനായി തീരലാണ്, ലയിക്കലാണ്, ആശ്രയിക്കലാണ്. അതാണ്. ഇത് രണ്ടും തമ്മിൽ വളരെയധികം പ്രാധാന്യമുണ്ട്. ഇപ്പോൾ നമ്മൾ ഇന്നലെ വരെ ആ സന്താനഗോപാലം വരെയുള്ള കഥകളൊക്കെ നമ്മൾ കേട്ടു അല്ലേ? ആ കഥകളൊക്കെ ദശമസ്കന്ധത്തിലെ കഥകളെല്ലാം മനസ്സിൻ്റെ തലമാണ്. മനസ്സുകൊണ്ട് വികാരം കൊള്ളേണ്ടതാണ്. കണ്ണൻ്റെ ലീലകളൊക്കെ കാണുമ്പോൾ നമ്മൾ അറിയാണ്ട് കണ്ണൻ്റെ പിന്നാലെ പോയില്ലേ? പോയിട്ടുണ്ടാവുമായിരിക്കും എന്ന് ഞാൻ വിചാരിക്കണം. അങ്ങനെയായിരിക്കും ചിലപ്പോൾ അല്ലേ? നമ്മളൊക്കെ വൃന്ദാവനത്തിലും അമ്പാടിയിലൊക്കെ പോയില്ലേ? അങ്ങനെ തന്നെയാണ് പോകണം നമ്മൾ. ആ പോകുമ്പോഴാണ് ഇവിടെ ഇരുന്ന് നമ്മൾ അവിടെ എത്തണം. അപ്പോഴാണ് മനസ്സിന് സുഖം ഉണ്ടാവുക. അല്ലാണ്ട് അവിടെ പോയി ചെടി വെള്ളത്തിൽ പോയി കണ്ണിൽ തുള്ളിയിട്ടൊന്നും വലിയ കാര്യമൊന്നുമില്ല. ഇവിടെ ഇരുന്നു കൊണ്ട് മനസ്സുകൊണ്ട് നമ്മൾ കണ്ണൻ്റെ പിന്നാലെ ഇങ്ങനെ സഞ്ചരിക്കണം. അപ്പോഴാണ് നമ്മൾ ശരിയായിരിക്കുന്ന വൃന്ദാവന യാത്ര നടത്തിയെന്ന് നമുക്ക് തോന്നുക. അല്ലാണ്ട് അവിടെ പോയി കാഴ്ച കണ്ട എന്ത് പ്രയോജനം? അതൊന്നല്ല വേണ്ടതെന്നാണ് എനിക്ക് തോന്നിയിട്ട്. ഞാൻ പോയിട്ടില്ല, അതുകൊണ്ട് തന്നെ എനിക്കിതാണ് ഏറ്റവും സുഖമായിട്ട് തോന്നുന്നത്. മനസ്സിൻ്റെ തലത്തിൽ അതിനിങ്ങനെ കാണണം. ആ വൃന്ദാവനവും ഗോവർദ്ധനവും കാളന്തിയും കണ്ണനോടൊപ്പം കൂട്ടുകാരോടൊപ്പം കളിച്ച് നടക്കുന്ന ആ ഉണ്ണികൃഷ്ണനെയും പൈക്കളെയും പശുക്കുട്ടികളെയും ഒക്കെ നമ്മൾ മനസ്സുകൊണ്ട് അങ്ങനെ കാണുമ്പോൾ അതുകൊണ്ട് കിട്ടുന്ന ഒരാനന്ദം വേറൊരിടത്ത് പോയാൽ നമുക്ക് കിട്ടില്ല എന്നാണ് ഇവിടെയും. അതുകൊണ്ട് തന്നെ നമുക്കിതാ പറഞ്ഞു തരികയാണ്, ആ കണ്ണനെ ആ ഭഗവാനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് വേണ്ടതെന്നാണ്. ഇപ്പോൾ ഭാഗവതത്തിൽ ആ കണ്ണൻ്റെ ലീലകളൊക്കെ വർണ്ണിച്ചുകൊണ്ട് മനസ്സിനെ ഉയർത്തുന്ന, മനസ്സിനെ നല്ലൊരു സംസ്കൃതിയിലേക്ക് കൊണ്ടുവന്ന ദശമസ്കന്ധം പറഞ്ഞെങ്കിൽ ഏകാദശത്തിലേക്ക് വരുമ്പോഴേക്കും അത് ബുദ്ധിയുടെ തലാണ്. അതുകൊണ്ട് വിചാരം ചെയ്യണം. ഒന്ന് വികാരമാണെങ്കിൽ മറ്റൊന്ന് വിചാരമാണ് അല്ലേ? സ്വണ്ണൻ വിപടൻ വിചാരണപരഹ. വിചാരം ചെയ്യണം. ഇത് ശരിക്ക് വിചാരം ചെയ്യേണ്ട വിഷയമാണ്. ശരിക്കും നമുക്ക് ഇതിനെയാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതെല്ലാം. ഒരു സപ്താഹമായിട്ട് നടത്തേണ്ടത് ശരിക്കും ഏകാദശമാണ്. അത് നടത്തിയാലാണ് നമുക്ക് കുറേ ഗുണം ഉണ്ടാവുക. കാരണം ഇതിന് പൂജ, ഹോമോ, യാഗം ഒന്നും വേണ്ട. മണിയടിയും വേണ്ട, മാലയും വേണ്ട, വിളക്കും വേണ്ട, ഒന്നും വേണ്ട. എന്തേ വേണ്ടെന്നറിയോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, കേട്ടുകൊണ്ടിരിക്കുക, സംശയങ്ങൾ ചോദിക്കുക, അതിന് ഉത്തരം പറയുക. ഈ ഒരു ചർച്ചാ വിഷയമാക്കിയാൽ ഏകാദശം പോലെ ആനന്ദമായിട്ട് മറ്റൊന്നില്ല എന്നാണ്. കാരണം അത്രയും നമുക്കറിയാനുള്ളതാണ്. ഇപ്പോൾ എന്താണ് ഭഗവാൻ? ഇപ്പോൾ നമ്മൾ ഒരു അധ്യായം കൊണ്ട് ഭഗവാന്റെ സ്വരൂപം പറഞ്ഞു തന്നു. എന്താണ് ഭഗവാന്റെ ഇഷ്ടം? ആരോടും അവിടത്തേക്ക് അറ്റാച്ച്മെൻ്റ് ഇല്ല അല്ലേ? അല്ലെങ്കിൽ തൻ്റെ വംശത്തിനെ രക്ഷിക്കാൻ അവിടത്തേക്ക് കഴിയില്ലേ? കഴിയില്ല എന്നിട്ടല്ല. പക്ഷെ ഭഗവാൻ വിചാരിച്ച എന്താ? അഹങ്കാരം പിടിച്ച ആള് സ്വയം അനുഭവിച്ച് എന്ത് വേണം? ആ അഹങ്കാരത്തിന് ഇല്ലായ്മ ചെയ്യണം. ഭഗവാൻ എപ്പോഴും അങ്ങനെ തന്നെ പറയാം. നമ്മളിൽ വന്നിരിക്കുന്ന അഴുക്ക്
ഭഗവാൻ തന്നതല്ല നമുക്ക്. അതെയോ? ആരെങ്കിലും ഭഗവാൻ തന്നതാണോ? അല്ല. നമ്മൾ സ്വയം നമ്മുടെ കേൾവി കൊണ്ടും നമ്മുടെ വാക്കുകളെ കൊണ്ടും നമ്മുടെ കാഴ്ച കൊണ്ടും ഒക്കെ നമ്മൾ നേടിയെടുത്ത് നമ്മൾ സമ്പാദിച്ചു വെച്ചതാണ്. അത്രയും അഴുക്ക് നമ്മുടെ ഉള്ളിൽ കൂടിയതുകൊണ്ടല്ലേ നമ്മൾ അഹങ്കരിക്കുന്നതും. എന്തെങ്കിലും ഒരു കഴിവുണ്ടായാലേ മതി, എന്തെങ്കിലും കിട്ടുമ്പോഴേക്കും ഞാൻ എത്രയാ അഹങ്കരിക്കുന്നത് അല്ലേ? നമ്മൾ ഓരോരുത്തരും നമ്മുടെ ആൾക്കാരെ കാണാറില്ലേ? അപ്പോൾ അല്പമാണെങ്കിലും നമ്മൾ അഹങ്കരിക്കുമ്പോൾ ആ ഭഗവാൻ അത് പൊറുക്കില്ല എന്നാണ്. എപ്പോൾ നമ്മുടെ ഉള്ളിലെ അഹങ്കാരം ഇല്ലാണ്ടേ ആവണോ ആ നിമിഷം ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവും. ആ കഥയാണ് നമുക്ക് ഏകാദശി കൂടി പറഞ്ഞു തരിക. അതിനുള്ള ഏറ്റവും നല്ല മാർഗം എന്താണ്? ഭാഗവത ധർമ്മം. ഇപ്പോൾ നാരദ മഹർഷി പറഞ്ഞു കൊടുത്തു എന്താണ് ഭാഗവത ധർമ്മം. നമ്മളെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ കേട്ടിരിക്കണം കേട്ടോ. നമ്മൾ അതിന് വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയുന്നത്. അപ്പോൾ എന്താണ് ഭാഗവത ധർമ്മം എന്ന് പറഞ്ഞാൽ കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമ്യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയത്തൽ. ഭാഗവതം പറയണു. ഈ ശ്ലോകമൊക്കെ നമുക്കറിയാലോ അല്ലേ? നമുക്കെല്ലാം അറിയുന്നൊരു ശ്ലോകമാണ്. എവിടെയാണ് ജപിക്കേണ്ടത്, എപ്പോഴാണ് ജപിക്കേണ്ടത് നമുക്കറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. നമ്മളൊക്കെ വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ നിർത്താനുള്ളൊരു പരിപാടിയാണ്. സാധാരണ ഇത് നിർത്തുമ്പോഴാണല്ലോ നമ്മൾ കായേന വാചാ മനസേന്ദ്രിയർവ. തെക്കോട്ടൊക്കെ പോയാൽ അങ്ങനെ പറയുക സാധാരണ. അവിടെയൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഇങ്ങനെ പറയുക ഇത് തീർന്നു എന്നാണ്. ഭാഗവതം തീർന്നു, കായേന വാച തീർന്നു എന്നാണ്. അതാണ് ചൊല്ലണത്. തീർക്കാൻ വേണ്ടിയിട്ടുള്ള മന്ത്രമാണത്. അപ്പോൾ അതേപോലെ ഊണുപാട്ട് പാടി എല്ലാം തീർന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ധാരണകൾ. അതല്ല എന്നാണ്. ഇത് തുടങ്ങാനുള്ള മന്ത്രമാണ്. ഒരു ജീവിതം നമ്മളൊരു ദിവസം രാവിലെ തുടങ്ങണത് എങ്ങനെയായിരിക്കണം? നാരായണായേതി സമർപ്പയാമി. അത് പറഞ്ഞിട്ട് വേണം. കായേന വാച മനസാ ഇന്ദ്രിയർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ. നിങ്ങൾ ഉറങ്ങല്ലാന്ന് എനിക്ക് ഉറപ്പിക്കാൻ വേണം, ഇങ്ങോട്ട് കേൾക്കാൻ വേണം വേണ്ടേ? അപ്പോൾ ഇതെപ്പോൾ തുടങ്ങണം എന്നറിയോ? രാവിലെ കുളി കഴിഞ്ഞാൽ ആദ്യം തന്നെ അത് ചൊല്ലിപ്പോകും കേട്ടോ എന്നും. എന്നിട്ട് മതി നമുക്കിത് തുടങ്ങാനായിട്ട്. കാരണം ഒരു ദിവസം തുടങ്ങുന്നത് ഭഗവാനെ സമർപ്പിച്ചുകൊണ്ടാണ്. ഇനി വൈകുന്നേരം നമ്മൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ എന്ത് ചൊല്ലണം? കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനൈനജം വാ മാനസം വാപരാധം വിഹിതം വിഹിതം വാ സഹവമേതക്ഷമസ്വ ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. ഇവിടുന്ന് തുടങ്ങി അവിടെ അവസാനിപ്പിക്കണം അല്ലേ? ഇവിടുന്ന് തുടങ്ങുന്ന ആളാണ് അവിടെ ലയിപ്പിക്കുന്ന ആളാണ്. ആ ആളെ ഞാൻ ഇന്നലെയാണ് കണ്ടത്. എനിക്കെപ്പോൾ സങ്കടം വന്നു. 7 ദിവസം ഉണ്ടായിട്ട് മഹാദേവനെ കണ്ടിരിക്കുന്നതാണ്. ഗുരുവായൂരപ്പനെ നോക്കിയിരിക്കണം മഹാദേവനല്ലേ? അല്ല, ഇങ്ങനെ നോക്കിയിരിക്കുകയല്ലേ? അപ്പോൾ അതിനൊരു പ്രത്യേകത കൂടുതലാണ്. അപ്പോൾ നമ്മളെത്ര ഭാഗ്യവാന്മാരാണെന്നറിയോ? ഈ നാട്ടിലുള്ളവർ അത്രയും ഭാഗ്യം ചെയ്തു. മഹാദേവനും ഗുരുവായൂരപ്പനും ഒരേപോലെ നോക്കിയിരിക്കുന്ന ഒരു നാട്ടിൽ ജീവിക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അത് മഹാപുണ്യമാണ്. രണ്ടും ഒന്ന് തന്നെയാണ്, എന്നാൽ കൂടി രണ്ടിനും 2 ഭാവം ഉണ്ടല്ലോ. ആ 2 ഭാവം അത്ര വിശേഷമാണെന്ന് അർത്ഥം. അത് തന്നെ നിങ്ങളെല്ലാം ഹന്തഭാഗ്യം ജനാനം, ഹന്തഭാഗ്യം ജനാനം. അത് മാത്രമേ പറയാനുള്ളൂ. അത്രയും പുണ്യമാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുമ്പോൾ അതിനൊരു പ്രത്യേകത കൂടുതലാണ് അല്ലേ? പരസ്പരം അത് ഈ വലത്തെ കണ്ണും ഇവിടുത്തെ വലത്തെ കണ്ണും നമ്മൾ നോക്കിയിരിക്കുക. അങ്ങനെയാണ് അതിൻ്റെ കണക്ക്. അപ്പോൾ അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരിക്കുക. ഏട്ടനും അനിയനും അങ്ങനെ നോക്കിയിരിക്കുക. ആലുവ കൃഷ്ണൻ അമ്പലമുണ്ട്, ബാങ്ക് ജംഗ്ഷനിൽ. അവിടെ കൃഷ്ണനും ബലരാമനുമാണ് അവിടുത്തെ പ്രതിഷ്ഠ. ബലരാമൻ സാധാരണ 4 കൈകൊണ്ടുള്ള വിഗ്രഹമാണെങ്കിൽ ആലുവയിൽ അങ്ങനെയല്ല. കലപ്പയും വലക്കയും പിടിച്ച് നിൽക്കുന്ന പീടി തിരുമുടിയൊക്കെ ആയിട്ടുള്ള ബലരാമനാണ്. 2 കയ്യിൽ അത് മാത്രമേ ഉള്ളൂ, വലക്കയും കലപ്പയായിട്ട്. അപ്പുറത്തെ കൃഷ്ണനാണ് ഈ പാർത്ഥസാരഥിയ. അവരിങ്ങനെയായിരുന്നു അത്ര. കണ്ണുകൾ തമ്മിൽ അങ്ങോട്ട് നോക്കിയിരിക്കുന്ന രൂപത്തിലായിരുന്നു. അത് പിന്നെ നമ്മുടെ പ്രശ്നക്കാരൊക്കെ പാടെ കൂടി പറഞ്ഞു 2നെയും 2 ഇടത്തേക്ക് മാറ്റണം, അങ്ങനെ നോക്കിയിരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ള ജന്തുക്കൾ നമ്മുടെ ആൾക്കാർ 2നെയും 2 ഭാഗത്തേക്ക് മാറ്റിയോടുകൂടി ആ അമ്പലം തകർച്ചയിലേക്ക് പോയി എന്ന് പറഞ്ഞാൽ പോരാ, അത്രയും തകർച്ചയിലേക്ക് പോയി. പാർമേക്കാവിൽ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ ഈ ഭാഗത്തേക്ക് വിവാഹം നടക്കുന്ന ഒരു അമ്പലമായിരുന്നു ആലുവ കൃഷ്ണൻ്റെ അമ്പലം. അതങ്ങോട്ട് അത്രയും നശിച്ചു പോയെന്നാണ്. കാരണം എന്താ? ഏട്ടനും അനിയനും ഒരേപോലെ കണ്ണോട് കണ്ണ് നോക്കിയിരുന്ന ഒരു അമ്പലമാണ് അത്ര. അതിനെ 2 ഭാഗത്തേക്ക് മാറ്റിയിരുത്തിയത്. 2 പൊതുവരെ ഉത്സവമൊക്കെയായി. പക്ഷേ പ്രയോജനമില്ല. ആൾക്കാരൊന്നും കേൾച്ചല്ലാണ്ട് ടൗണിൽ കിടക്കുന്നതായിട്ടും പ്രയോജനമില്ല. എന്താണെന്നറിയോ? അപ്പോൾ എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഇതൊരു വലിയ പുണ്യമാണ് അത്ര.
രണ്ട് ക്ഷേത്രങ്ങളിൽ ശിവനും ഗുരുവായൂരപ്പനും തമ്മിൽ അങ്ങനെ നോക്കി നിൽക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ അത്ഭുതമാണ്. ഇങ്ങനെയൊക്കെ കാണാൻ തന്നെ വളരെ അപൂർവമായിട്ടേ കിട്ടുള്ളൂ എന്നർത്ഥം. അപ്പോൾ ഈ ദേശം തന്നെ അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമാണ്. ഇത് രണ്ടായിട്ട് കാണാണ്ടിരിക്കുക. എനിക്കിപ്പോൾ അതായി ഒരു വിഷമം. ഇന്നലെ ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോഴാണ് പെട്ടെന്ന് എൻ്റെ കണ്ണിൽ പതിഞ്ഞ അത്ര ഇങ്ങനൊരു ശിവക്ഷേത്രം ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ കാലത്ത് പോയിട്ട് വന്നേനെ. അപ്പോൾ പോകാൻ പറ്റിയില്ല അത്ര. ഇന്ന് എഴുന്നേറ്റപ്പോൾ ഇത്തിരി വൈകിയായിരുന്നു, പറ്റിയില്ല പോകാനായിട്ട്. അപ്പോൾ അതൊരു വിഷമമായി. എന്താണെന്ന് വെച്ചാൽ ആ മഹാദേവനും ഗുരുവായൂരപ്പനും ഒന്ന് തന്നെയാണ്. അതിനെ എപ്പോൾ നമ്മൾ രണ്ടായിട്ട് കാണണോ അതാണ് നമുക്ക് വിഷമം. അതുകൊണ്ട് ഇവിടെ തൊഴുന്നവർ അവിടെ പോകണം, അവിടെ ഉള്ളവർ ഇവിടെയും വരണം. അത് നിർബന്ധമായിട്ടുള്ള വിഷയമാണ്. അതില്ലെങ്കിൽ അതാണ് ദോഷം വരിക. അപ്പോൾ രണ്ടായിട്ട് കാണാണ്ട് ആ ബന്ധം ഉണ്ടാവണം, അല്ലേ? അത് ഉണ്ടാവുക തന്നെ വേണം. പിന്നെ ഞാൻ കോഴിക്കോട് അവിടെ പറഞ്ഞ ഇതാണ്, അടുത്താണ് ശിവക്ഷേത്രം ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. 3 ദിവസം കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത്. അപ്പോൾ ഇതുമായിട്ട് എന്തെന്നില്ലാത്ത ബന്ധമുണ്ട് അത്ര കണ്ണനുമായിട്ട് അവിടെ. അപ്പോൾ അവർ പറയാം അവിടെ ഉള്ളവർ ഇങ്ങോട്ട് വരില്ല, ഇവിടെ ഉള്ളവർ അങ്ങോട്ട് പോകില്ല അത്ര. നമ്മൾ ഇങ്ങനെ തന്നെ വേണം, നമ്മുടെ ആൾക്കാരല്ലേ, അങ്ങനെ തന്നെയാണ്. ശിവൻ്റെ അടുത്തൊന്നും കണ്ണൻ്റെ അടുത്തേക്ക് പോയില്ല, കണ്ണൻ്റെ അടുത്തുള്ളവർ ശിവൻ്റെ അടുത്തേക്കും പോകില്ല. അങ്ങനെ വരാൻ പാടില്ല എന്നാണ്. ഇപ്പോൾ പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും നമ്മളെവിടെയാണ് ലയിക്കുന്നത് അത് മഹാദേവൻ്റെ അടുത്താണ്, അല്ലേ? മഹാദേവൻ ലയമാണ്. ഇവിടുന്ന് ആരാണ്? ഇവിടുന്ന് ഉണർത്തുന്നവനാണ്, അല്ലേ? രണ്ടിൻ്റെയും ഭാവം അതാണെന്നർത്ഥം. നമ്മൾ ഉണർന്ന് അവസാനം ഇങ്ങനെ ലയിച്ച് തീരുക, ഒന്നും അല്ലാതെ ഉണ്ടായിത്തീരുക. നമ്മുടെ അഹങ്കാരം മുഴുവനും എവിടെയാണോ ലയിക്കുന്നത് അതിൻ്റെ ഭാവമാണ് ശിവൻ. അവിടെയാണ് നമുക്ക് ശിവം ഉണ്ടാവുക എന്നർത്ഥം. നമുക്ക് എപ്പോഴും മംഗളം ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ഉള്ളിലെ അഹന്ത ഇല്ലാണ്ടാവണം, അല്ലേ? അതിനെ കാണിക്കാനാണ് ഇതാ ഇവിടേക്ക് ഇങ്ങനെ പ്രതിഷ്ഠിച്ച് വെച്ചിരിക്കുന്നത്. പണ്ടുള്ളവരെ വെറുതെ ഉണ്ടാക്കി വെച്ചൊന്നല്ല, നമുക്ക് അതിൻ്റെ മഹിമ അറിഞ്ഞുവിടാന്നുള്ളൂ. നമുക്ക് പായസം കഴിക്കണം, ചുറ്റുവിളക്ക് നടത്തണം, ഇതിലെ വട്ടം കറങ്ങണം, അന്നദാനം കഴിക്കണം, പോകണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിൻ്റെ മഹിമ എന്ന് വരുമ്പോഴാണ് ഒന്നും അറിഞ്ഞിട്ടില്ല. ഗുരുവായൂരപ്പ ഈ നാട്ടിൽ കിടന്നിട്ട് നമ്മൾ തിരിച്ചറിയാമെന്നർത്ഥം. അപ്പോൾ ഇവിടെ പറയാണ്, അതുകൊണ്ട് ആ ലയം നമുക്ക് ഉണ്ടാവാകാവണം. അതുകൊണ്ട് തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ജപിക്കണം? കായേന വാചാ മനസേന്ദ്രിയേവ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമ്യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തൽ. ഭാഗവതം നമുക്ക് പറഞ്ഞു തന്നു. അതുകൊണ്ട് നമുക്ക് എന്തേ ഒരു ഗുണം എന്നറിയോ? ഒരിക്കലും ഭയമുണ്ടാവില്ല എന്നാണ്. നമ്മൾ നേരെ വെളിച്ചാവുമ്പോൾ തന്നെ എഴുന്നേൽക്കുമ്പോൾ തന്നെ സർവ്വതും ഭഗവാന്റെ പാദങ്ങളിൽ സമർപ്പിച്ചിട്ട് പോയാൽ പിന്നെ ഭഗവാന് ഉത്തരവാദിത്വമായി, അല്ലേ? നമ്മളെ ഒരു കാര്യം ഏൽപ്പിച്ചാൽ നമുക്ക് ഉത്തരവാദിത്വമൊന്നുമില്ല. അയാൾ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ, എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറയും. ഗുരുവായൂരപ്പൻ അങ്ങനെയല്ല, നമ്മളെ ഏൽപ്പിച്ചു പോയാൽ പിന്നെ അവിടത്തേക്ക് പ്രാധാന്യം കൂടി. അതാണിപ്പോൾ 7 ദിവസം നമ്മൾ രാവിലെ ഈ പ്രാർത്ഥനയ്ക്ക് വന്ന് പോകുന്നവർക്ക് ഒരാൾക്ക് പോലും എൻ്റെ അനുഭവത്തിൽ, ഞാനിപ്പോൾ ഏതാണ്ട് 500-ന് മേലെ വായനയായി നടത്തുന്നു. എൻ്റെ അനുഭവത്തിൽ ഇന്നേ വരെ ഇവിടുന്ന് പോയിട്ടുള്ള ഒരാൾക്ക് പോലും ഒരു മുള്ളു പോലും കൊണ്ടൊരു അപകടം ഉണ്ടായെന്ന് കേട്ടിട്ടില്ല. അല്ലാത്തവർക്ക് വരുന്നുണ്ട്. എന്താണെന്നറിയോ? രാവിലെ നമ്മളിവിടെ സമർപ്പിച്ചിട്ടല്ലേ പോണത്. അപ്പോൾ ശ്രീകൃഷ്ണ പാതാരവിന്ദേ സമർപ്പയാമി എന്ന് പറഞ്ഞിട്ട് പോകുമ്പോൾ ഭഗവാൻ നമ്മുടെ മേലിലെന്തായി? ഒരു ചുമതല വന്നു, അല്ലേ? നമ്മളെ ഏൽപ്പിക്കുകയാണ്, കണ്ണാ എന്നെ നോക്കണേ. നമ്മളത് ഏൽപ്പിച്ചിട്ട് പോകുമ്പോൾ ഭഗവാൻ നമ്മളെ നോക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്നാണ്. ഇപ്പോൾ ഇന്ന് നമ്മൾ എഴുന്നേൽക്കുമ്പോൾ ഈ ഒരു മന്ത്രം ചൊല്ലിയിട്ടാണോ നമ്മൾ പോകുന്നത്? എവിടെ പോയാലും ഒരു മുള്ളു കൊള്ളാതെ കണ്ട് ആര് നോക്കും? ഭഗവാൻ നോക്കിക്കോളും, അല്ലേ? ഭഗവാൻ നമ്മുടെ കൂടെ ഉണ്ടാവുന്നതാണ്. പക്ഷേ അത് എളുപ്പത്തിലൊന്നും നമുക്കുണ്ടാവില്ല. അത് ഉണ്ടാവണമെങ്കിൽ എന്ത് വേണമെന്നറിയോ? പറയാൻ എളുപ്പമാണെങ്കിലും ഈ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് ഈ 11,000 ശ്ലോകങ്ങളിൽ കൂടി വേദവ്യാസം നമ്മുടെ മുമ്പിൽ വെച്ച് തന്നത്. അപ്പോൾ ഇതുണ്ടാവണമെങ്കിൽ എന്ത് വേണം? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണി ജന്മാനി കർമാണി ചയാനി ലോകേ നാമാനി ഗീതാനി തദർത്ഥകാനി ഗായൻ വിലജ്യോ വിചരല്ല സംഘ. എന്ത് രസമായിട്ട് ആ ഭാഗവതം നമുക്ക് പറഞ്ഞിട്ടുണ്ടെന്നറിയോ? അതിനാണ് ഈ സപ്താഹമൊക്കെ നടക്കാൻ എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? ശൃണ്വൻ സുഭദ്രാണി രഥാംഗപാണി. ഈ കണ്ണൻ്റെ സുഭദ്രങ്ങളായിരിക്കുന്ന കഥകളൊക്കെ എന്ത് വേണം? ധാരാളം കേൾക്കണം, അല്ലേ? ഭഗവാൻ എന്താണ് എങ്ങനെയാണെന്ന് അറിഞ്ഞിട്ട് വേണം. ധാരാളം കേൾക്കുക മാത്രമല്ല, ഗീതാനി ജന്മാനി കർമാണി ചെയ്യാനി ലോകേ. ഈ ലോകത്തിൽ എങ്ങനെയാണോ ഭഗവാൻ കഴിഞ്ഞത്, എങ്ങനെയൊക്കെയാണ് തൻ്റെ ഭക്തന്മാരെ അനുഗ്രഹിച്ചത്, അവിടുത്തെ ലീലകളൊക്കെ കേട്ട് 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 കുറേ നാൾ കഴിയുമ്പോൾ ഗീതാനി നാമാനി തദർത്ഥകാനി ഗായൻ വിലറ്റോ വിചരല്ല സംഘ. എനിക്ക് അത്ഭുതം തോന്നുന്നത് അതാണ്. ഇവിടെ എല്ലാവരും ഇരുന്ന് ഉറക്കണം, നാമം ജപിക്കണം, യാതൊരു മടിയും കാണിക്കണില്ല എന്നുള്ളതാണ്. അതൊരു വലിയ അത്ഭുതം എന്ന് പറഞ്ഞാൽ വലിയ അത്ഭുതമാണ്. പലയിടത്തും
ഞാൻ കുറേ പറയാറുണ്ട്, ഇന്ന് നാമം ജപിക്കും നിങ്ങൾ, ഇന്ന് കൂട്ടത്തിൽ വല്ലോ കീർത്തനമൊക്കെ പാടുമ്പോഴേ നമുക്ക് കൂട്ടത്തിൽ എല്ലാവരും പാടുമ്പോൾ രസമല്ലേ, ആരും മിണ്ടാണ്ട് ഇങ്ങനെ നോക്കിയിരിക്കും, നീ പാടിക്കോ ഞങ്ങളെ കൂടെ ഇന്ന് കേൾക്കാതെന്നുള്ള മട്ടിൽ. അങ്ങനെ ആയാലും എന്തൊരു വിഷമം നമുക്കല്ലേ, എല്ലാവരും നമ്മളോടൊപ്പം കൈയടിച്ച് പാടുമ്പോൾ അതിനൊരു സുഖം വേറെയാണ് അല്ലേ. ഇവിടെ അത് ആ നാണം വിട്ട് എല്ലാവരും നാമം ജപിക്കേണ്ടത് അത് തന്നെ നമുക്ക് ഏറ്റവും ശുഭമായ ഒരു കാര്യമാണ്. നമുക്ക് എന്തോ നന്മ വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് നമ്മളെ കൊണ്ട് ഈ ലജ്ജ വിട്ട് നാമം ജപിക്കുക. അപ്പം അതിൻ്റെ ഗുണം എന്താണെന്നറിയോ, ഇവിടെ ഇരിക്കുന്ന കൊച്ചു കുഞ്ഞുങ്ങളും കൂടി നമ്മളോടൊപ്പം അവർക്ക് തിരിഞ്ഞാലും മനസ്സിലായാലും ഇല്ലെങ്കിലും അവരും ഹരേ രാമ ഹരേ കൃഷ്ണ എന്ന് ജപിച്ചോളൂല്ലോ, അത് മതി എന്നാണ്. അവർക്ക് നാമം പറഞ്ഞു കൊടുക്കാൻ നമ്മളെ കൊണ്ട് സമയമില്ലെങ്കിൽ ഇതിൻ്റെ കൂട്ടത്തിൽ അവർ നാമം ജപിക്കുമ്പോൾ ആ നാമത്തിൻ്റെ വിത്ത് അവരുടെ ഉള്ളിൽ വന്ന് കിടക്കണമെങ്കിൽ ഇപ്പോഴൊന്നും അവർക്ക് സാധിച്ചൊന്നുമില്ല, പഠിത്തവും തിരക്കുമൊക്കെ ആയതുകൊണ്ട്. എപ്പോഴെങ്കിലും അവർക്ക് എന്തുണ്ടാവും, അന്ന് ഞങ്ങൾ അമ്പലത്തിലിരുന്ന് ചൊല്ലിയത് അല്ലേ, അത് ആ മുളച്ചു വരുന്നതാണ്. എവിടെയെങ്കിലും വിത്ത് കിടന്നാൽ മതി എന്നാണ്. അതാണ് ഈ ഭാഗവതത്തിൻ്റെ ഒക്കെ ഒരു മിടുക്കേ. എപ്പോഴെങ്കിലും നമ്മുടെ ഉള്ളിൽ ഭാഗവതം അല്പമെങ്കിലും കയറാൻ ഇടവന്നാൽ നമ്മുടെ ജീവിത തിരക്കുകൊണ്ട് പിന്നെ പറ്റിയില്ലെങ്കിലും കുറേ കഴിയുമ്പോൾ അതായി വരും. അപ്പോൾ ഇവിടെ ഭാഗവതം പറഞ്ഞു തരണോ, കുറേ നാൾ കഴിയുമ്പോൾ നാണം വിട്ടങ്ങനെ ഉറക്കണം നാമം ജപിച്ച് ശീലിക്കണം. 3 തരത്തിലാണ് നാമജപം എന്ന് പറഞ്ഞാൽ, ഒന്ന് വാചികം, രണ്ടാമത് ഉപാംശു, മൂന്നാമത് മാനസികം. ഇങ്ങനെ 3 തരത്തിലാണ് നാമജപം. വാചികം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, ഉറക്കണം നാമം ജപിക്കുക. അപ്പം നമ്മൾ ചെയ്യണില്ല, എല്ലാവരും ഉറക്കണം നാമം ജപിക്കണം. അപ്പം എന്താണെന്ന് വെച്ചാൽ എന്നെ തന്നെ മറന്നു പോവാൻ, ഇവിടെയുള്ള കോലാഹലങ്ങളൊക്കെ മറന്നിരുന്നു കൊണ്ട് നമ്മൾ എന്ത് വേണം, ഉറക്കണം നാമം ജപിച്ച് ശീലിക്കണം. കുറേ നാൾ കഴിയുമ്പോൾ മനസ്സടങ്ങി വരുമ്പോൾ പിന്നെ നാമജപം ഉപാംശു എന്ന് പേര് പറയും. പേരെന്താ? ഉപാംശു. ചുണ്ടുകൊണ്ട് നാമം ജപിക്കുക, നമുക്ക് മാത്രം കേൾക്കാവുന്ന രൂപത്തിൽ നാമം ജപിക്കുക. കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സടങ്ങി വരുമ്പോൾ മനസ്സുകൊണ്ട് നാമം ജപിക്കുക. ഇപ്പോൾ മനസ്സുകൊണ്ട് നാമം ജപിക്കാൻ പറഞ്ഞാൽ എന്തായിരിക്കും, കൂർക്കം വലി കേൾക്കാം. അടുത്ത ആൾ പറയും, നീ ഇങ്ങനെ കൂർക്കം വലിച്ചാൽ എനിക്ക് ഉറങ്ങാൻ പറ്റില്ല കേട്ടോ എന്ന് പറയും. അല്ല, ഞാൻ നാമം ജപിക്കായിരുന്നു മനസ്സുകൊണ്ട്, അത് മനസ്സിലായി എന്ന് പറയും. അപ്പോൾ ഇപ്പം നമ്മളെ കൊണ്ട് അങ്ങനെ പറ്റില്ല. കുറേ നാളത്തെ ശീലം കൊണ്ട് മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂ, മനസ്സുകൊണ്ട് നാമം ജപിക്കാൻ പറ്റുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ എളുപ്പമല്ല എന്നർത്ഥം. നമ്മുടെ ശരീരക്ലേശമൊക്കെ അതുപോലെ ഉണ്ടല്ലോ, കുറേ കാലത്തെ പരിശ്രമം കൊണ്ട് മാത്രമേ അത് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഉറക്കണം നാമം ജപിച്ച് ശീലിക്കണം. അങ്ങനെ കുറേ കാലം കഴിയുമ്പോൾ എന്തെന്ത് കാണുമ്പോഴും അതെല്ലാം ഭൂതാനി ഭഗവതി ആത്മന്വേഷ ഭാഗവതോത്തമ. അപ്പോഴാണ് അങ്ങനെയുള്ള ഒരാളെയാണ് നമ്മൾ ഭാഗവതോത്തമൻ അല്ലെങ്കിൽ ഭക്തൻ എന്ന് പേര് പറയാം. എപ്പോഴും അങ്ങനെ നാമം ജപിച്ച് പിന്നെ കാണുന്നതെല്ലാം ഒരില കണ്ടാലും ഭഗവാനായിട്ട് കാണണം. ഗോപികമാർ എങ്ങനെയായിരുന്നു, ഒരു നീല തുണി അവിടെ കിടക്കുന്ന കണ്ടാൽ അവർ ഓടി ചെന്നിട്ട് എന്ത് ചെയ്യും, അതിനിങ്ങനെ കെട്ടിപ്പിടിക്കുക, എൻ്റെ കൃഷ്ണ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിക്കുക. അത്ര കുറച്ച് കഴിയുമ്പോഴാണ് അവരറിയണത് ഇത് നീലത്തുണിയായിരുന്നു അല്ലേ, അറിഞ്ഞില്ല എന്നാണ്. അപ്പോൾ അതേപോലെ എന്ത് കാണുമ്പോഴും എല്ലാം ഭഗവാന്റെ സ്വരൂപമായിട്ട് കാണുക. വെളുത്ത പുഷ്പങ്ങൾ എങ്ങനെ ഉണ്ടായി നിൽക്കണം കാണുമ്പോൾ എൻ്റെ കണ്ണൻ്റെ പുഞ്ചിരിയായിട്ട് എനിക്ക് തോന്നാറാവണം അല്ലേ. അങ്ങനെ നമുക്ക് തോന്നാൻ സാധിക്കണമെങ്കിൽ എന്ത് വേണം, നാമം ജപിച്ച് ശീലിച്ചാൽ മാത്രമേ നമുക്ക് എന്തിലും എവിടെയും നമുക്കതാ ആ കണ്ണനെ നമുക്ക് കാണാൻ സാധിക്കുള്ളൂ. അപ്പോഴാണ് നമുക്ക് പ്രേമം, മൈത്രി, കരുണ, ഉള്ള ഉദാസീനത അങ്ങനെ എല്ലാം നമുക്കുണ്ടാവുള്ളൂ എന്ന് പറയുകയാണ്. അല്ലാണ്ട് ഭാഗവതം കൊണ്ടു നടക്കുന്നവനാണ് ഭാഗവതോത്തമൻ എന്നൊക്കെ പറഞ്ഞാൽ വിട്ടിത്തരാണ്, അങ്ങനെ പറയാൻ പാടില്ല. ഭാഗവതം കൊണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ, ഈശ്വര മഹിമയെ കണ്ടെത്തുക, എവിടെയും ഭഗവാനെ തന്നെ കാണുക. അങ്ങനെയുള്ളവർക്ക് എന്തുണ്ടാവില്ല, ഒരിക്കലും മായ ബാധിക്കില്ല എന്നാണ്. മായ എന്ന് പറഞ്ഞാൽ എന്താ, ഇല്ലാത്തതിനെ ഉണ്ട് എന്ന് വിചാരിക്കുന്ന അവിദ്യ, അജ്ഞാനം. നമ്മുടെ കൂടപ്പിറപ്പാണ് അജ്ഞാനം അല്ലെങ്കിൽ വേദന എന്ന് പേര് പറയും. പെട്ടെന്ന് പറഞ്ഞാൽ അറിയണ ഒരു കാര്യം അതാണ്. അവിദ്യ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഇതെന്ത് കുന്താണോ എന്ന് വിചാരിക്കും. വേദന എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലേ, എല്ലാവർക്കും ഉള്ളൊരു സാധനമാണ് വേദന. വേദന എന്ന് പറഞ്ഞാൽ 2 വാക്കാട്ടോ, വേദ പ്ലസ് ന വേദ. വേദം എന്ന് പറഞ്ഞാൽ അറിവ്, വേദ എന്ന് പറഞ്ഞാലോ അറിവില്ലായ്മ. അതാണ് നമ്മളെ ബാധിച്ചിരിക്കുന്നത് അല്ലേ. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എന്തിനു വേണ്ടി ഞാൻ വന്നു, ഇതൊന്നും അറിയില്ലാതെ കണ്ട് ജീവിക്കുന്ന നമുക്ക് എന്തുകൊണ്ട് ഞാൻ വേദന അനുഭവിക്കണമെന്ന് ചോദിച്ചാൽ വേദന മുഴുവൻ മനസ്സിനാണ്. മനസ്സിനുള്ള വേദന എന്തുകൊണ്ടാണ് വരുന്നത്, എൻ്റെ അറിവില്ലായ്മയാണ്. അത് എനിക്ക് അറിവില്ലായ്മയുണ്ട്, അജ്ഞാനമുണ്ട്. എപ്പോൾ നമുക്ക് ബോധ്യം വരണോ ആ നിമിഷം നമ്മൾ അതിൽ നിന്ന് മോചിതനായിത്തീരുന്നതാണ്. ഉദാഹരണം പറയുക എന്താണെന്നറിയോ, ഒരു കുടുംബത്തിൽ, ഒരു വീട്ടിൽ
ഒരു മൂർഖം പാമ്പ് എന്ന് നമ്മുടെ ബെഡ്റൂമിൽ വന്ന് കയറിയെന്ന് വിചാരിച്ചോളൂ. നമ്മളറിയൊന്നുമില്ല, കാരണം കട്ടിലിൻ്റെ അടിയില്ല സാധനമൊന്നും ഉണ്ടാവില്ലല്ലോ, പെട്ടി കിടക്കി കൊണ്ടോ കോലാഹലമൊക്കെ ഉണ്ടാവും. അപ്പം അതുകൊണ്ട് അതിൻ്റെ അടിയിലേക്കൊന്നും ചൂടൊന്നും പോകില്ല, അവിടെ ഇവിടേക്ക് ഇങ്ങനെ അടിച്ചിട്ട് ഇങ്ങോട്ട് പോലെയല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഉള്ളിൽ വന്ന് ആ പെട്ടിയുടെ ഇടയിൽ പോയി മൂർഖം പാമ്പ് കിടക്കുകയാണത്ര. നമ്മളെന്നും അതിൻ്റെ മുകളിൽ ആ കിടക്കയമേ കിടക്കുന്നതൊക്കെ, പക്ഷേ മൂർഖനെ കാണാറ് പതിവില്ല, ചൂലെടുത്ത് അടിച്ചു വരുമ്പോഴും കാണാറില്ല. ഒരു ദിവസം അങ്ങനെ ചൂലും കൊണ്ട് അകത്ത് കയറിയപ്പോഴാണ് അവൻ്റെ വാല അനങ്ങാണ്ടത്. പിന്നെ അതിന് കയറുമ്പോൾ നമ്മൾ അല്ലേ, പിന്നെ അതിനെ തല്ലി കൊന്നാലേ നമുക്ക് മനഃശാന്തി ഉണ്ടാവുള്ളൂ. അതേപോലെയാണ് നമ്മുടെ ഉള്ളിൽ അജ്ഞാനമുണ്ടെന്ന് എപ്പോൾ നമുക്ക് ബോധ്യം വരണോ, ആ മൂർഖം പാമ്പിനെ അപ്പം തല്ലി കൊന്നാലേ നമുക്ക് എന്തുണ്ടാവുള്ളൂ, സമാധാനം ഉണ്ടാവുള്ളൂ. ആ വേദന മാറാൻ ഏറ്റവും നല്ല മാർഗം എന്താണെന്നറിയോ, നാമൌഷധം പോലെ മറ്റൊന്നില്ല എന്നാണ്. ഭഗവാന്റെ തിരുനാമൌഷധം പോലെ നമ്മുടെ എല്ലാ അറിവില്ലായ്മയും, നമ്മൾ ഓരോരുത്തരും പറയാം എനിക്ക് ഭാഗവതം അറിയില്ലല്ലോ, എനിക്ക് രാമായണം അറിയില്ലോ, എനിക്ക് നാരായണി അറിയില്ല, എനിക്ക് ഗീത അറിയില്ല, ഒന്നും അറിയില്ല എന്ന് പറയാനല്ലാതെ കൊണ്ട് നമുക്ക് എന്തെങ്കിലും പറ്റുമോ? എന്നാൽ എല്ലാം എനിക്ക് അറിയുകയും ചെയ്യാം, എല്ലാം എൻ്റെ ഉള്ളിലുണ്ട്. അത്ര ഒരു 90 വയസ്സായ ഒരു മുത്തശ്ശൻ വിനോബാജി കേട്ടിട്ടുണ്ടാവും നിങ്ങളല്ലേ. വിനോബാജി എന്ന ഗുരുനാഥൻ്റെ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഗുരുനാഥ എനിക്ക് വയസ്സായി 90 ആയുള്ളൂ, ഇനി എൻ്റെ അത്ര പ്രായം കുറയും കൂടി എന്നാണ്. അപ്പം അതുകൊണ്ട് 90 ആയി, എനിക്ക് ഇതേവരെ സംസ്കൃതം പഠിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഗീത പഠിക്കാനും പറ്റിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇനിയിപ്പോൾ സംസ്കൃതമൊക്കെ പഠിച്ചിട്ട് എപ്പോഴാണെന്ന് ചോദിച്ചത്ര, 90 വയസ്സിൽ ഇനി സംസ്കൃതം പഠിച്ച് ഗീതയൊക്കെ പഠിച്ചിട്ട് എപ്പോഴാണ്, അതുകൊണ്ടൊന്നും നോക്കണ്ട. അതിൽ ഒരു ദിവ്യമായിരിക്കുന്ന ഭഗവാന്റെ പറഞ്ഞതായിരിക്കുന്ന ഒരു മന്ത്രം ഞാൻ പറഞ്ഞു തരാം. സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യജ. എന്താ പറഞ്ഞെടുത്തതെന്നറിയോ? സർവേഷു കാലേഷു മാം അനുസ്മര യുധ്യജ. എല്ലാ കാലത്തും എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തോളൂ എന്നാണ്. ആരോടാ യുദ്ധം ചെയ്യണത്? രോഗത്തിനോട് അല്ലേ, നമ്മുടെ വേദനകളോട്, മറവിയോട് എന്ന് വേണ്ട, എന്തൊക്കെയാണോ നമ്മുടെ ദുഃഖങ്ങളോട്, ദുരിതങ്ങളോടൊക്കെ യുദ്ധം ചെയ്തോളൂ എന്നാണ്. അപ്പോൾ എന്തിനോട് യുദ്ധം ചെയ്യുമ്പോൾ ആരെ സ്മരിക്കണം? മാം അനുസ്മര, എന്നെ സ്മരിച്ചുകൊണ്ട് യുദ്ധം ചെയ്തോളൂ എന്ന് ഭഗവാൻ ആർക്ക് പറഞ്ഞു കൊടുക്കണോ? അർജുനന് പറഞ്ഞു കൊടുക്കുകയാണ് അല്ലേ. വിനോബാജി ആ ഒരു ശ്ലോകം പറഞ്ഞു കൊടുത്തതാണ്. ഇത് മാത്രം മതി, ഈ ശ്ലോകം നിരന്തരം ചൊല്ലിക്കോളൂ. കുറേ കഴിയുമ്പോൾ ഇതിൻ്റെ അർത്ഥം പിടികിട്ടും. എന്താണ്? എപ്പോഴും ഭഗവാനെ സ്മരിച്ചോളൂ അല്ലേ. അപ്പോൾ അതാണ് ഗീത. അപ്പോൾ എന്താണ് നമുക്ക് അറിയേണ്ടത്? നിരന്തരമായിട്ടുള്ള ഭഗവത് സ്മരണം നമുക്ക് ഉണ്ടാവും മാത്രമല്ല, പിന്നെ എന്ത് വേണമെന്നറിയോ? പരസ്പരാനുകഥനം പാവനം ഭഗവല്യശ. നമ്മൾ എന്ത് പറയണ്ടെങ്കിലും അത് ആരെക്കുറിച്ചായിരിക്കണം പറയേണ്ടത്? ഭഗവാനെക്കുറിച്ച് പറഞ്ഞോളൂ, നല്ലത് പറഞ്ഞോളൂ എന്നാണ് ഭാഗവതത്തിൻ്റെ വാക്കതാണ്. ഈ ഭഗവാൻ നമുക്ക് വേണ്ടി പറഞ്ഞു തരണം. നല്ലത് പറയാനുള്ള നല്ലൊരു നാവുണ്ടാവുക നമുക്ക് അതിനല്ലല്ലോ സമയം. ഒരു 10 മിനിറ്റ് കിട്ടിയാൽ നമ്മൾ എന്തൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല, ആരെക്കുറിച്ചൊക്കെയാണ് പറയേണ്ടതെന്ന് അറിയില്ല. സപ്താഹത്തിന് വലിയ അപ്പം നമുക്ക് ഏറ്റവും പുറകിൽ പോയില്ല. അപ്പോൾ പിന്നെ പറയാതെ മുമ്പിലിരുന്നാലല്ലേ ചിലപ്പോൾ പറ്റാണ്ട് വരും. ഉറങ്ങാനും പറ്റില്ല, പറയാനും പറ്റില്ല, ഒന്നും പറ്റില്ല. കണ്ണു പിടിച്ച് ഇങ്ങനെ വായ പൊളിച്ചിരിക്കണം. പുറകിൽ പോയിരുന്ന ഒരു കുഴപ്പമില്ല, സുഖമായിട്ട് ഉറങ്ങുകയും ചെയ്യാം, വർത്തമാനവും പറയാം, മൊബൈലും നോക്കാം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ ആൾക്കാർ. അതുകൊണ്ട് അതിക്കോടെ വന്ന് അവിടെ പോയിരിക്കുള്ളൂ, ഇങ്ങടേക്ക് വരികയും കൂടെ ഇല്ല. അപ്പോൾ അങ്ങനെ ആവാൻ പാടില്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് ഇത് എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഇങ്ങനെയുള്ള കഥകൾ പറയാനുള്ളതാണ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? പരസ്പരാണ് കഥനം പാവനം ഭഗവല്ലശ. സ്വയം നമ്മൾ തന്നെ കണ്ണനെക്കുറിച്ച് പറയാം, നല്ലത് മാത്രം പറയാം. ഈ കണ്ണനെക്കുറിച്ച് വേണമെന്നില്ല, നമുക്ക് ഏതൊരാളുടെയും നന്മയെ നമുക്ക് പറയാം അല്ലേ. എന്തിനാ തിന്മയെ പറയാൻ പോണതാണ് ഭാഗവതൻ്റെ ചോദ്യം. എത്രമാത്രം മറ്റൊരാളിൽ നമ്മൾ തിന്മ കാണുന്നുണ്ടാവും, അത്രയും നമ്മളിൽ അതുണ്ടെന്ന് ഉറപ്പല്ലേ. നമ്മുടെ ഉള്ളിലുള്ള ചെളി ഉള്ളത് കൊണ്ടാണ് മറ്റൊരാളിലും നമ്മൾ അഴുക്ക് കാണാനുള്ള കാരണം. നമ്മുടെ ഉള്ളിൽ നന്മ ഉണ്ടെന്ന് വരട്ടെ, എല്ലാവരിലും നമുക്ക് നന്മ കാണാൻ സാധിക്കും. അപ്പോൾ സർവ സുഖമയ ദിശ, എവിടെയും നമുക്ക് സുഖം അനുഭവിക്കണമെങ്കിൽ എൻ്റെ മനസ്സുകൊണ്ട് എപ്പോഴും എല്ലാവരിലും ഏത് പ്രാണി എടുത്ത് നോക്കിയോളൂ, അതിലൊക്കെ നമുക്ക് നന്മ കാണാൻ സാധിക്കും അല്ലേ. പണ്ടുള്ളവരൊക്കെ അങ്ങനെയായിരുന്നു. ഒരു പഴുതാര ഓണമുണ്ടാക്കി കൂടി പറയും, സരസ്വതിക്ക് എണ്ണ കൊണ്ട് വേണമെന്ന് പറയും. എൻ്റെ മുത്തശ്ശിയൊക്കെ പറഞ്ഞായക്കാരുണ്ട്. അപ്പോൾ പഴുതാര ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ മേലിത്തിരി വെളുക്കുമയം പോലെ കാണുമല്ലോ. അപ്പോൾ അതിനിങ്ങനെ തൊടാൻ പോലും സമ്മതിക്കില്ല. അത് സരസ്വതിക്ക് എണ്ണ ഉണ്ടോ, തൊടാൻ പാടില്ല എന്ന് പറയും. എന്തൊരു നല്ല കാഴ്ചപ്പാടാന്ന് ആലോചിച്ചോളൂ അല്ലേ. നല്ല മഴ പെയ്യുന്ന സമയത്ത് പണ്ടൊക്കെ അങ്ങനെ പറയാം, അസല് മഴ, നല്ല മഴ, നല്ല മഞ്ഞ്, നല്ല വെയിൽ എന്ന് പറയും. ഇന്നെന്താ പറഞ്ഞത്? മുടിഞ്ഞ വെയിൽ എന്നാണ് പറയാം അല്ലേ. ഇങ്ങനെയൊക്കെ പറയാം. ഇന്നത്തെ ഭാഷകളൊന്നും പറയാൻ പോയില്ല. അപ്പോൾ ഇന്നൊക്കെ നമ്മളങ്ങനെ പറയും, ഇങ്ങനെയുണ്ട് ഒരു മുടിഞ്ഞ വെയിൽ, മുടിഞ്ഞ മഴ,
എല്ലാം മുടിഞ്ഞതാണ്. അപ്പോൾ പിന്നെ എങ്ങനെ മുടിയാണ്ടിരിക്കണം എന്നുള്ളതല്ലേ നമ്മുടെ കാഴ്ചപ്പാടാണ് നമുക്ക് ദോഷം ഉണ്ടാക്കുന്നതെല്ലാം. അതുകൊണ്ട് ഭാഗവതം പറഞ്ഞു തരുന്നു, നല്ലത് മാത്രം പരസ്പരാനുകഥനം പാവനം ഭഗവല്യശ സ്മരന്ത സ്മാരന്തശ്ച. സ്വയം സ്മരിച്ചുകൊണ്ടും മറ്റുള്ളവരെ കൊണ്ട് സ്മരിപ്പിക്കാനും നമുക്ക് സാധിക്കണമെന്ന് പറയാം. എന്നിട്ട് പറഞ്ഞു, എന്ത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ എന്ത് വേണമെന്നറിയോ, ആ കർമ്മങ്ങളൊക്കെ ഭഗവാനിൽ അർപ്പിതമായിട്ട് കർമ്മം ചെയ്യുന്നതാണ്. നമ്മളെ കൊണ്ട് സാധിക്കാത്ത ഒരു കാര്യം അത് തന്നെയാണ് അല്ലേ. ഒരിടത്ത് ഒരു വയസ്സായ അമ്മ ഉണ്ടായിരുന്നേ. അപ്പോൾ അമ്മയ്ക്ക് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പണിയാണ് വീട്ടിൽ. നേരം വെളിച്ചായ 4 മണിക്ക് എഴുന്നേറ്റാൽ 11 മണി വരെ, രാത്രി 11 മണി വരെ അമ്മയ്ക്ക് നടകൂടിയാണ് പണിയാണത്ര. പശുവിനെ നോക്കണം, ആടുണ്ട്, പിന്നെ വീട്ടുപണികളുമൊക്കെ ആയിട്ട് പാവം ഇല്ലാണ്ടായി അതിന്. അപ്പം അതിന് മോഹമുണ്ട് അത്ര, ഭാഗവതം കേൾക്കണം, അമ്പലത്തിൽ പോകണം, നാമം ജപിക്കണം, ഇതിനൊന്നും അതിന് സമയമില്ല. ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു സന്യാസി ഭിക്ഷയ്ക്ക് വേണമെന്ന് അത്ര അവിടെ. അപ്പോൾ ആ ഭിക്ഷയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ സന്യാസി അമ്മയോട് ചോദിച്ചു, അമ്മയുടെ മുഖം എന്താ അങ്ങനെ വാടിയിരിക്കുന്നത്, അമ്മ എന്തേ വല്ലാണ്ടിരിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, സ്വാമി ഇതാണ്, എനിക്ക് ഒരിക്കൽ പോലും ഗുരുവായൂരപ്പനെ ഒന്ന് നമസ്കരിക്കാൻ, നാമം ജപിക്കാൻ ഒന്നിനും എനിക്ക് സമയം കിട്ടണില്ലല്ലോ. ഈ കുടുംബത്തിലെ പണി കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാമെന്ന് ചോദിച്ചത്രേ. അപ്പോൾ സ്വാമി എന്താ പറഞ്ഞു കൊടുത്തതെന്നറിയോ, അമ്മ ഒരു കാര്യം ചെയ്തോളൂ, എന്ത് കർമ്മം എന്ത് കാര്യം ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. എന്താ പറഞ്ഞത്? ഭക്ഷണം പറയണം കേട്ടോ, എന്നാലും ഇവരെ കേൾക്കുന്നത്. പലരും കണ്ണടച്ച് ഇങ്ങനെ തുണിക്കൊണ്ടിരിക്കുക, 10 കിലോ വെച്ചാൽ തൂക്കണം. അപ്പം അതുകൊണ്ട് അതില്ലാതെ കണ്ടിങ്ങനെ കേൾക്കണം, അതിനാണ്. അപ്പോൾ ആ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു, ശ്രീകൃഷ്ണാർപ്പണമസ്തു, എന്ത് ചെയ്യുമ്പോഴും ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞോളാൻ പറഞ്ഞത്രേ. അമ്മ സന്യാസി പോവുകയും ചെയ്തു. അമ്മയ്ക്ക് ആദ്യമൊക്കെ പറയാൻ നാവിൽ വഴങ്ങില്ലല്ലോ. പിന്നെ അമ്മ ഓരോന്ന് ചെയ്യുമ്പോഴും ഇടയ്ക്ക് ശ്രീകൃഷ്ണാർപ്പണമസ്തു ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറയാൻ തുടങ്ങി. അങ്ങനെ പശുവിന് വെള്ളം കൊടുക്കുമ്പോഴും അതിനെ കുളിപ്പിക്കുമ്പോഴും പാല് കറക്കുമ്പോഴും എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് അമ്മ ഇങ്ങനെ ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറയാൻ തുടങ്ങി. കുറേ നാൾ കഴിഞ്ഞു അമ്മ ആഹാരം കഴിക്കുമ്പോഴും ഒക്കെ ഇപ്പം ഇങ്ങനെ നിരന്തരം നാവിൽ നിന്ന് ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് വരാൻ തുടങ്ങി. അപ്പോൾ ഒരു ദിവസം അമ്മ പറമ്പൊക്കെ അടിച്ചു വാരി ആ ചപ്പിയോകൊക്കെ കൊട്ടയിലാക്കി അടുത്ത പറമ്പിലേക്ക് തട്ടുകയായിരുന്നു, അടുത്ത വഴിയിലേക്ക് ഇങ്ങനെ തട്ടുകയായിരുന്നു. തട്ടണ സമയത്ത് അമ്മ എന്ത് പറഞ്ഞു? ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അതിലെ വേറൊരു സന്യാസി പോകുന്നുണ്ടായിരുന്നു അത്ര. അയാളുടെ തലമുണ്ടൊക്കെ ഒരുപാട് കൊണ്ടിട്ടത്. അയാൾക്ക് ദേഷ്യം വന്നു. അയാൾ വന്നിട്ട് എന്ത് ചെയ്യുന്നത്, ഒരൊറ്റ അടി കൊടുത്തു അമ്മയുടെ കരുണെ കുറ്റി നോക്കിയിട്ട്. അമ്മ എന്ത് ചെയ്തു? ശ്രീകൃഷ്ണാർപ്പണമസ്തു. അമ്മ അതിന് മാർക്ക് കൊടുത്തു, ഭഗവാന് കൊടുത്തു. സ്വാമി പോയിട്ട് ആശ്രമത്തിൽ പോയിരുന്നു. വൈകുന്നേരം അദ്ദേഹം കണ്ണനെ ധ്യാനിക്കാനിരിക്കുമ്പോൾ, അദ്ദേഹം കണ്ണനെ ധ്യാനിച്ചു കിടന്നുറങ്ങുമ്പോൾ രാത്രിയിൽ ഭഗവാൻ ദർശനം കൊടുക്കുന്നതാണ്. കൊടുത്തപ്പോൾ എന്താ കാണുന്നറിയോ? കൊച്ചു ഉണ്ണിക്കണ്ണൻ്റെ കവളത്ത് 5 വിരൽ പതിഞ്ഞു കിടക്കുന്നു. അദ്ദേഹത്തിന് ആകെ വിഷമായി. അദ്ദേഹം ചോദിച്ചു, കണ്ണാ നിന്നെ ആരെങ്ങനെ തല്ലിയത്? യശോദാമ്മ പോലും ഒരു പീലിത്തണ്ട് പോലും ഇങ്ങനെ പൊക്കി കാണിച്ചിട്ടേ ഉള്ളൂ, തല്ലിയിട്ടില്ല കണ്ണനെ. അപ്പം നിന്നെ ആരാ കണ്ണ ഇങ്ങനെ തല്ലിയത്? അപ്പോൾ പറഞ്ഞു, എനിക്കൊരമ്മ തന്നതാണെന്ന് പറഞ്ഞു. സന്യാസിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. സന്യാസി പിന്നെ ഉറങ്ങിയിട്ടില്ല എന്നാണ്. രാത്രി സ്വപ്നം കണ്ടതോടുകൂടി പിന്നെ ഉറക്കമൊക്കെ പോയി. അദ്ദേഹം ആകെ വിഷമായി. നേരം വെളിച്ചായപ്പോൾ ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി, ആരാ കുഞ്ഞുണ്ണി കണ്ണനെ തല്ലാൻ പറ്റിയത്? കണ്ണൻ്റെ 5 വിരലും കണ്ണൻ്റെ കവളത്ത് ഇങ്ങനെ ആഞ്ഞു കിടക്കണമെങ്കിൽ ആരെങ്ങനെ തല്ലിയിട്ടുണ്ടാവുക? അങ്ങനെ വിഷമിച്ച് കുറേ നേരം ചിന്തിച്ചപ്പോൾ അദ്ദേഹത്തിന് ഒരു പിടി കിട്ടി. ആ അമ്മയ്ക്ക് ഇപ്പോൾ ഒരു അടി കൊടുത്തപ്പോൾ അമ്മ എന്തോ പിറുത്തോട്ട് പോയില്ലോ. എന്തായാലും അമ്മയുടെ അടുത്ത് തന്നെ ചോദിക്കാം. ചെന്ന് ചോദിച്ചു, അമ്മയ്ക്ക് ഞാൻ തല്ലിയപ്പോൾ അമ്മ എന്താ പറഞ്ഞതെന്ന് ചോദിച്ചു. ശ്രീകൃഷ്ണാർപ്പണമസ്തു എന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു. വേഗം അദ്ദേഹം ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചു എന്നാണ്. ഇതെന്തിനാ പറഞ്ഞതെന്നറിയോ? ഇതാണ് കർമ്മയോഗം അല്ലേ. ഏത് കർമ്മം ചെയ്യുമ്പോഴും നമ്മൾ ആർക്ക് ചെയ്യണം? ഒക്കെ ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യാറാവണം അല്ലേ. ഞാൻ ഒരു വീട്ടിൽ ഇതുപോലെ വായനയ്ക്ക് പോയേ. അപ്പോൾ അവിടുത്തെ ചേച്ചിയുടെ കൈ എപ്പോഴും ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ നമ്മളുണ്ടെങ്കിൽ നല്ല കമ്പനിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിച്ചു, ചേച്ചി എന്തെങ്കിലും കാണിക്കണമെന്ന് ചോദിച്ചാൽ. അപ്പോൾ പറഞ്ഞു, കുട്ടിക്കാലത്ത് അച്ഛൻ എനിക്ക് ജപമാല എടുത്ത് തരാത്ര, നാരായണം ജപിക്കാൻ പറഞ്ഞു. ഇപ്പം എന്നെ കൊണ്ട് പറ്റില്ലല്ലോ, എൻ്റെ തിരുമേനി എന്തെല്ലാം പണിയാണ്, പശുവുണ്ട്, കുന്തം കോലാഹലമൊക്കെ ഉണ്ട്. അപ്പോൾ ഈ തിരക്കിൻ്റെ ഇടയിൽ ഇപ്പോൾ ജപമാല ജപിക്കാൻ പോയിട്ട് ഒന്നിനും സമയമില്ല, ആഹാരം കഴിക്കാനും കൂടി സമയമില്ല. പക്ഷേ എൻ്റെ കൈ ഇങ്ങനെ ഇരിക്കും അത്ര. അപ്പോൾ അന്നിങ്ങനെ ജപിച്ച് അച്ഛൻ കാണിച്ചു തന്ന വിദ്യ ഉണ്ടാകുന്നല്ലോ. ഇപ്പോൾ അറിയാണ്ടേ ആണെങ്കിലും എൻ്റെ നാവിൽ പെട്ടെന്ന് എന്താ വരികയെന്നറിയോ? നാരായണ 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 നാരായണ
ഇതിങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കണമെന്നാണ്. എനിക്ക് എന്തുപോലെ സന്തോഷം ഉണ്ടായെന്ന് കണക്കില്ല. ആ അമ്മയ്ക്ക് അത് സാധിച്ചുള്ളൂ എന്നാണ് അല്ലേ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുണ്ട് നമ്മുടെ ഇടയിൽ ആൾക്കാർ. ഇതാണ് കർമ്മയോഗം. ഏതേത് കർമ്മം ചെയ്യുമ്പോഴും നാമം ജപിക്കാൻ നമുക്ക് സാധിക്കുക അല്ലേ. ശ്രദ്ധയോടെ സന്ധ്യകളിൽ സന്ധ്യ പോലെ നിത്യപരിശുദ്ധകളാം ധേനുക്കളെ കവന്നിടുമ്പോൾ രോമോത്സവം പൂണ്ടു ഗോപകന്യകമാർ പാടിയിടുന്നു രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. രാമകൃഷ്ണ ദാമോദര എന്നീ പ്രകാരം. എന്ത് പണിയും ചെയ്തോളൂ. ഒരിടത്തും ഭാഗവതം പറഞ്ഞിട്ടില്ല നിങ്ങൾ വിളക്ക് വിളക്കി വെക്കണം, അത് 5 തിരിയിട്ട് കത്തിച്ച് വെക്കണം, അതുപോലെ തന്നെ ഫോട്ടോ വേണം, മാല വേണം, ചന്ദനത്തിരി വേണം, കർപ്പൂരം വേണം. ഒരിടത്തും പറഞ്ഞിട്ടില്ല. നാമം ജപിക്കാൻ എന്തെങ്കിലും വേണോ നമുക്ക്? ഒന്നും വേണ്ട. ഏത് കർമ്മം ചെയ്യുമ്പോഴും ഓരോ ഉരുള കഴിക്കുമ്പോഴും രാവിലെ ഉപ്പുമാവ് കഴിക്കുന്ന സമയത്ത് ആരെങ്കിലും തേവര ഓർത്തണം. തേവര ഓർക്കാൻ ഉപ്പുമാവിന് അത്ര ഉപ്പ് പോലല്ലോ എന്നാണ് ഓർക്കുക. അല്ലാണ്ട് ഇപ്പോൾ വേറെ നമ്മൾ തേവര ഓർക്കണില്ല. ഉപ്പുമാവ് അങ്ങനെ കഴിക്കുന്ന സമയത്ത് എൻ്റെ കണ്ണാ ഞാൻ നിനക്ക് വേണ്ടിയിട്ടല്ലേ കഴിക്കണത് അല്ലേ. കാലത്തെ കുളിക്കുന്ന സമയത്ത് വെള്ളം കോരി വയ്ക്കുമ്പോൾ ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ കുളിക്കണത്? അതെൻ്റെ കണ്ണന് വേണ്ടിയിട്ട്. ഓരോന്നും നമ്മൾ ചെയ്യുമ്പോഴും അതെല്ലാം എൻ്റെ ഭഗവാന് വേണ്ടിയിട്ട് എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വന്നാൽ അതാണ് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് നമുക്ക് എന്തുണ്ടാകുമെന്നറിയോ? കുറേ കാലം ഇപ്പോഴല്ല അതിൻ്റെ ഗുണം കിട്ടുക. കുറേ നാൾ കഴിയുമ്പോൾ എൻ്റെ കണ്ണനെ ഉള്ളൂ എനിക്ക് എന്നുള്ള ചിന്ത വരും. അമ്മയ്ക്ക് കുഞ്ഞിനോട് എങ്ങനെയാണോ സ്നേഹം അതേപോലൊരു സ്നേഹം നമുക്ക് കണ്ണനോട് ഉണ്ടാവും അല്ലേ. അതാണ് മുക്തി എന്ന് പറഞ്ഞാൽ. ആ സ്നേഹം നമുക്ക് ഉണ്ടായാൽ മാത്രം മതി എന്ന് പറയാം. അപ്പോൾ ഭഗവാൻ അങ്ങനെ ഉദ്ധവനോട് പറഞ്ഞു കൊടുത്തു, ഉദ്ധവ നീ എൻ്റെ വേണ്ടത് എന്തിനോടൊക്കെയാണോ നിനക്ക് സ്നേഹമുള്ളത് ആ സ്നേഹത്തിനെ മുഴുവനും നീ വിട്ടോളൂ. സ്നേഹം എന്ന് പറയുന്നത് അത് ഇങ്ങോട്ട് മോഹിച്ചുകൊണ്ടുള്ള സ്വാർത്ഥമാണ്. പ്രേമം എന്ന് പറഞ്ഞാലോ അത് നിസ്വാർത്ഥമാണ്. 2 തരത്തിലാണ്. ഒന്ന് സ്നേഹവും ഒന്ന് പ്രേമവും. നമുക്കൊക്കെ ഉള്ളത് സ്നേഹമാണ്. എന്താ സ്നേഹം എന്ന് പറഞ്ഞാലെന്നറിയോ? ഇങ്ങോട്ട് കിട്ടണം എന്ന് മോഹിക്കുന്നതാണ് സ്നേഹം അല്ലേ. നമ്മളെപ്പോഴും അങ്ങനെയാണ്. ഞാനയാളെ ഇത്രയും സ്നേഹിച്ചിട്ടും അയാൾക്കൊരല്പം പോലും ഇങ്ങനെ ഉണ്ടായില്ലല്ലോ. എന്നിട്ടും ഇങ്ങനെയാണല്ലോ പ്രവൃത്തി ഉണ്ടായത്. ഇതൊക്കെ നമ്മൾ ചിന്തിക്കണില്ലേ? അത് മാറണം നമുക്ക്. ആ സ്നേഹമല്ല നമുക്ക് വേണ്ടത്, പ്രേമമായിരിക്കണം. ഒന്നും ഇങ്ങോട്ട് പ്രതീക്ഷിക്കാത്തതായിരിക്കുന്ന ഒരു ഭാവം നമുക്ക് എല്ലാവരോടും ഉണ്ടാവണം എന്ന് പറയാം. അതിനു വേണ്ടിയിട്ട് ഭഗവാൻ ഒരാളെ കാണിച്ചു തരികയാണ് അത്ര. ആരാന്നറിയോ? ദത്താത്രേയൻ എന്ന പേരായിരിക്കുന്ന ഒരു ഋഷി. അദ്ദേഹം ഒരു കാവേരി നദിയുടെ തീരത്ത് ഒരു പാറമേൽ വളർന്നു കിടന്ന് നട്ടുച്ചയ്ക്ക് സൂര്യനെ നോക്കി അങ്ങനെ ചിരിക്കണം അത്ര. യദു മഹാരാജാവ് അവിടെ വന്നു. യദു മഹാരാജാവ് നോക്കിയപ്പോൾ താൻ രാജാവായിട്ടും എത്രയോ ദുഃഖം അനുഭവിക്കണു. ഇദ്ദേഹമാണെങ്കിലോ ഒന്നുമില്ലാഞ്ഞിട്ടും അദ്ദേഹം ആനന്ദം അനുഭവിക്കണം. വേഗം ആ മഹാത്മാവിനെ നമിച്ചുകൊണ്ട് ചോദിച്ചു, അങ്ങ് എവിടെ നിന്നാണ് ഈ ആനന്ദം അനുഭവിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഈ പ്രകൃതിയിൽ നിന്ന് പല പല ആളുകളെ കണ്ട് നമുക്ക് പഠിക്കാനുണ്ട് എന്നാണ്. ഈ ജഗത്തിൽ എന്തെല്ലാം ആളുകളെ കണ്ട് നമുക്ക് പഠിക്കാനുണ്ട് അല്ലേ. അതിലാദ്യം പഠിക്കേണ്ടത് ആരെക്കുറിച്ചായിരിക്കണം? ഭൂമിയെക്കുറിച്ച് പഠിക്കണം. ഭൂമിയുടെ പ്രത്യേകത എന്താണ്? ക്ഷമിക്കാനുള്ള കഴിവ്. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യണത് അല്ലേ. അണ്ടകടാഹം വരെ JCB ഒക്കെ ഉപയോഗിച്ച് മാന്തി പൊളിച്ചെടുക്കണില്ലേ. എത്ര കുന്നുകളൊക്കെ ഇടിച്ച് നിരത്തുന്നു. എന്തെല്ലാം നമ്മൾ ചെയ്യുമ്പോഴും നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ് ഭൂമി ഒന്ന് പതുക്കെ ഒന്ന് ഇളകിയിരിക്കുക. അപ്പോൾ എല്ലാവരുടെ അടിയിലും പോവുകയും ചെയ്യും. അപ്പോൾ നിവൃത്തിയില്ലാണ്ട് വരുമ്പോഴാണ് ഭൂമി ഇതൊക്കെ ചെയ്യുന്നത്. അത്രമാത്രം സഹിക്കാൻ പറ്റാതെ കണ്ടായി തീരണു. ഭാഗവതം നമ്മളോട് പറയാം, അല്ലെങ്കിൽ ദത്താത്രേയ മഹർഷി പറഞ്ഞു, ആ ഭൂമിയെ പോലെ നമുക്ക് സർവം സഹയായിട്ട് മാറാൻ നമ്മുടെ മനസ്സിനെ നമ്മൾ പഠിപ്പിക്കണം. പെട്ടെന്നൊന്നും ആവില്ല. അത് പെട്ടെന്ന് ആവി തീരുന്നില്ല. കാരണം നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ പെട്ടെന്നെല്ലാം സഹിക്കാനും പുറക്കാനൊന്നും നമ്മളെ കൊണ്ട് സാധിക്കില്ല. പക്ഷെ നിരന്തരമായിരിക്കുന്ന ഒരു പരിശ്രമം കൊണ്ട് നമുക്കത് സാധിക്കും. ഭൂമിയെ പോലെ ആയിത്തീരണം, സൂര്യനെ പോലെ മിത്രമായിത്തീരണം, എല്ലാവരോടും ഒരേപോലെ അല്ലേ. ഞാൻ കുടിലേക്ക് പോവില്ല, കൊട്ടാരത്തിലേക്ക് പോകുള്ളൂ എന്ന് പറഞ്ഞാൽ ശരിയാവോ? അങ്ങനെയൊന്നുമില്ല. ഒരാൾ എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് സൂര്യനേ വരില്ല, സൂര്യപ്രകാശേ അടിക്കില്ല എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, എന്തേന്ന് കാരണം എന്ന് വെച്ചാൽ എന്താണെന്നറിയില്ല, സൂര്യനപ്പം എന്നോട് എത്ര താല്പര്യമുള്ളൂ, അതുകൊണ്ടാണ്. മറ്റവരുടെ വീട്ടിലെപ്പോഴും പ്രകാശമാണ് അത്ര. പരാതി എന്താ അദ്ദേഹത്തിൻ്റെ
എന്താണെന്ന് വെച്ചാൽ കിഴക്ക് ഭാഗത്ത് അദ്ദേഹത്തിൻ്റെ ആ വീടിന് ചുറ്റും അദ്ദേഹം ഒരു പച്ച നെറ്റൊക്കെ വെച്ചൊക്കെ അടച്ച് മൂടി കെട്ടുകയാണ് അത്ര. അപ്പോൾ പിന്നെ സൂര്യപ്രകാശം ഞാൻ പറഞ്ഞത് ആദ്യം അഴിച്ചു കളഞ്ഞാൽ ഉള്ളിലേക്ക് വെളിച്ചം വരും. അപ്പോൾ അത് വന്നാലേ ശരിയാവുള്ളൂ. നമ്മുടെ മനസ്സ് എത്രമാത്രം ഈശ്വരോന്മുഖമാക്കി വെക്കണോ അത്രയും ഭഗവാൻ നമ്മളിലേക്ക് വരും അല്ലേ. കണ്ണാടിയിലും കുളത്തിലും ഒരേപോലെ സൂര്യൻ പ്രകാശിക്കും. പക്ഷെ കണ്ണാടിയിൽ വെട്ടിത്തിളങ്ങുന്ന പോലെ വെള്ളത്തിൽ വെട്ടിത്തിളങ്ങാൻ പറഞ്ഞാൽ പറ്റുമോ? പറ്റില്ല. അതെന്തുകൊണ്ടാണ്? കണ്ണാടിയുടെ സ്വച്ഛതയാണ് അതിന് കാരണം. അതേപോലെ നമ്മുടെ മനസ്സിൻ്റെ നിർമ്മലത എത്രമാത്രം ഉണ്ടായി വരണോ അത്രയും ഈശ്വരപ്രകാശം നമ്മളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. എൻ്റെ മനസ്സ് എത്രമാത്രം അഴുക്കാണോ അത്രയും നമുക്ക് ആ പ്രകാശം ഉണ്ടാവില്ല എന്നർത്ഥം. അതുകൊണ്ട് സൂര്യനെ കണ്ടുപഠിക്കണം. എല്ലാവരോടും ഒരേപോലെ നിൽക്കാൻ പഠിക്കണം. ചന്ദ്രനെ പോലെ ഭഗവാൻ ഒരിക്കലും നാശമില്ലാത്തവനാണ്. ഈ ശരീരത്തിന് ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം, മരണം, ഈ ശരീരത്തിന് വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഉള്ളിലുള്ള ആത്മാവ് എന്നും പരിപൂർണനാണ്. അത് ചന്ദ്രനിൽ നിന്ന് മനസ്സിലാക്കണം. സമുദ്രത്തിനെ പോലെ അറിയാതാവണം. സമുദ്രം എത്രയോ ആഴമേറിയതാണ്, എത്രയോ പരപ്പുള്ളതാണ്. അതേപോലെ തന്നെ ആ ആഴമുള്ളത് കൊണ്ടാണ് എല്ലാ നദികളും അതിൽ ചെന്ന് ചേരുന്നത് അല്ലേ. സമുദ്രം ഉയർന്നു വന്നാൽ നമ്മുടെ അവസ്ഥ എന്തായിരിക്കും? നമ്മളൊക്കെ ഉണ്ടാവുമോ അല്ലേ? അതിൻ്റെ താഴ്മയാണ് അതിൻ്റെ പ്രൗഢിക്ക് കാരണം. അപ്പോൾ എവിടെ നമ്മൾക്ക് താഴാൻ സാധിക്കുന്നുണ്ടോ അവിടെയൊക്കെ നമ്മുടെ അഹങ്കാരത്തിനെ എവിടെ കളഞ്ഞ് നമ്മൾ താഴ്ന്നു നിൽക്കുന്നുണ്ടോ അവിടെ നമുക്ക് പ്രൗഢി ഉണ്ടാകും. ത്യാഗം എന്നതേ നേട്ടം അല്ലേ. താഴ്മ താൻ അഭ്യുന്നതി എന്ന് പറയും. അപ്പോൾ എവിടെ താഴാൻ സാധിക്കുന്നുണ്ടോ അവിടെ നമുക്ക് എല്ലാ കേമത്വങ്ങളും ഉണ്ടാവും. എത്രമാത്രം ഞാൻ ഉയർന്ന് അഹങ്കരിച്ചുകൊണ്ട് തല ഉയർത്തിപ്പിടിക്കുന്നുണ്ടോ അത്രയും നമുക്ക് നമ്മുടെ സൽഗുണങ്ങളൊക്കെ നമ്മളിൽ നിന്ന് വിട്ടുപോകും. അതുകൊണ്ട് സമുദ്രനെ കണ്ടുപിടിക്കണം. പിന്നെ ചില ആളുകളെ പോലെ ആവരുത് എന്നാണ്. അതിൽ പ്രധാനമാണ് ഇയ്യാമ്പാറ്റ. ഇയ്യാമ്പാറ്റയ്ക്ക് എന്താ പ്രത്യേകത? വിളക്ക് വെച്ചിട്ട് വെച്ചേക്കുമ്പോൾ അതിന് ചുറ്റും കിടന്ന് വട്ടം കറങ്ങും അല്ലേ. കണ്ണ് എന്ന ഇന്ദ്രിയത്തിനെ കാണിക്കുന്നതാണ് ഇയ്യാമ്പാറ്റ. ഇയ്യാമ്പാറ്റ അതേപോലെ കണ്ടിട്ട് വേഗം അതിൽ ചെന്ന് ചാടി അത് ചവിട്ട് വീണില്ലേ. എന്തുമാത്രം കഷ്ടപ്പാടാണ് നമുക്കൊരു ഇയ്യാമ്പാറ്റ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനെ കളയാനുള്ളൊരു പാട് ചില്ലറയാണോ? അപ്പം അതേപോലെ നമ്മുടെ കണ്ണ് എന്ന ഇന്ദ്രിയത്തിനെ അത്രയും ശ്രദ്ധിക്കണം എന്ന് പറയാം. എന്തെല്ലാം അപകടങ്ങളാണ് വിളിച്ചു വരുത്തുന്നത് എന്ന് കണക്കില്ല. ആ കണ്ണുകൊണ്ട് കാണുന്നതെല്ലാം സ്വന്തമാക്കാൻ നമ്മൾ മോഹിക്കണം. അത് നല്ലതാണോ തീയതാണോ എന്ന് മനസ്സിലാക്കാണ്ട് കണ്ണിൻ്റെ പിന്നാലെ പോയാൽ എന്തുണ്ടാവും? അത് അപകടത്തിലേക്ക് കൊണ്ടുപോകും അല്ലേ. ഒരിക്കലും കണ്ണിനെ വിശ്വസിക്കരുത് എന്നാ പറയാം. ശ്രീരാമകൃഷ്ണ പരമഹംസർ പറയും നല്ലൊരു വടി അതിങ്ങനെ കുളത്തിൽ ഇങ്ങനെ കുത്തി നിർത്തി കഴിഞ്ഞാൽ എന്തുണ്ടാവും അറിയോ? കണ്ണെന്താ കാണിച്ചു തരാം? വടി ഇങ്ങനെ ഒടിഞ്ഞതായിട്ട് കാണാറില്ല അങ്ങനെ അല്ലേ. വെള്ളത്തിൻ്റെ അടിയിലേക്ക് നോക്കുമ്പോൾ ഒടിഞ്ഞതായിട്ട് തോന്നും. ഒടിഞ്ഞ വടിയാണോ നമ്മൾ കുത്തിയത്? അതൊന്നല്ല. ആ കണ്ണ് നമ്മളെ കാണിച്ചു തരുന്നത് അങ്ങനെയാണ്. എല്ലാം അസത്യമായിട്ട് കാണിച്ചു തരുന്ന ഒരു സാധനമാണ് കണ്ണ് എന്ന് പറഞ്ഞത്. അതുകൊണ്ട് കണ്ണുകൊണ്ട് കണ്ടതെല്ലാം വിശ്വസിക്കരുതെന്നാണ് ഭാഗവതത്തിൻ്റെ വാക്ക്. അപ്പം അതുകൊണ്ട് എപ്പോഴും കണ്ണിനെ ശ്രദ്ധിക്കണം എന്ന് പറയാം. അടുത്ത സാധനമാണ് ഇതേപോലെ മാനിൻ്റെ പ്രത്യേകത എന്താണെന്നറിയോ? പണ്ട് കാലത്ത് മാനിന് ഈ ക്ലാസിക്കൽ മ്യൂസിക്കൊക്കെ കേൾക്കാൻ വലിയ ഇഷ്ടമാണ്. അപ്പോൾ പണ്ടുള്ള വേടന്മാർ എന്ത് ചെയ്യും? നല്ല ഓടക്കുഴലൊക്കെ വിളിച്ച് കേൾപ്പിക്കും. അപ്പോൾ മാൻ ഇങ്ങനെ ചെവി വട്ടം പിടിച്ച് നിൽക്കുമ്പോൾ വേഗം അമ്പ് ചെയ്ത് അതിനെ പിടിക്കാനിടയാവും. അതുകൊണ്ട് ആ വേണ്ടാത്ത ഗീതങ്ങൾ ഇന്ന് കുട്ടികളൊക്കെ നടക്കണം നമ്മൾ കാണില്ലേ. ബൈക്കിൽ കൂടെയൊക്കെ പോകുമ്പോൾ വള്ളി കുന്തൊന്നും ആവശ്യമില്ല. അല്ലാണ്ടാണ് ചവിട്ടിൽ തിരികെ വെച്ചിട്ടാണ് പോകുന്നത്. തലവിളിക്കൊക്കെ പോകണുണ്ട് ഇങ്ങനെ സംസാരിച്ച് പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവിടെ ഏതോ ആരോടൊക്കെയാണ് സംസാരിക്കണം. പണ്ട് ഇങ്ങനെ സംസാരിക്കാൻ നമ്മൾ പറയും അതിക്ക് ഭ്രാന്താന്നൊക്കെ പറയാറുണ്ട്. ഇപ്പം അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒക്കെ വട്ടന്മാരായിട്ടാണ് നടക്കുന്നത്. ചുവട്ടിൽ തിരി ഇങ്ങനെ എന്തൊക്കെയോ പറഞ്ഞ് തല കുലുക്കി ചിരിച്ചു കൊണ്ട് പോകുന്ന ആളുകളെ നമ്മൾ കാണാറില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തുണ്ടാകുന്നു? അപകടം വരുന്നത് നമ്മൾ തിരിച്ചറിയണില്ല. ആ മാനിനെ പോലെ ആവരുത്. പിന്നെ അടുത്ത സാധനമാണ് മീനിൻ്റെ പ്രത്യേകത എന്താ? ചൂണ്ടയിൽ ഇര കൊളുത്തിയിട്ട് അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ ആ ചൂണ്ടയെ അറിയാതെ കണ്ട് ഇരയെ മാത്രം കാണും അല്ലേ. എത്ര പെട്ടെന്ന് ആ മീനിന് മരണം ഉണ്ടാവണമെന്ന് ആലോചിച്ച് നോക്കിക്കോളൂ. ഇന്ന് നമ്മുടെ ലോകത്ത് നമുക്ക് കണ്ടറിയാം. എന്തൊക്കെയോ മന്തിയോ കുന്തിയോ ഏതാണ്ടൊക്കെ തിന്നുന്നില്ല ആൾക്കാർ. നമ്മുടെ ആൾക്കാരെ മുഴുവൻ തിന്നാം. വേറെ ഏതാണ്ട് വർമ്മയൊക്കെ തന്നതാ കഴിഞ്ഞ ദിവസം കൊണ്ട് ആരാണ്ട് ചത്തുമെന്ന് പറഞ്ഞു കേട്ടു. അപ്പോൾ വർമ്മമാരും കുന്തിമാരും ഒക്കെ ആയിട്ട് കുറേ ഉണ്ടത്ര. ഇതിൻ്റെ പിന്നാലെ നമ്മുടെ ആൾക്കാർ പോയിക്കൊണ്ട് നിൽക്കാം. ഇതൊക്കെ തിന്ന് എവിടെയാ നാവിനെ ജയിക്കാൻ പറ്റാതെ കൊണ്ട് പോകും. എത്രയാ കഴിക്കണേന്നറിയില്ല, എങ്ങനെയൊക്കെയാണെന്നറിയില്ല. ഇതെല്ലാം അഴുക്കിന്ന് ഉണ്ടാക്കി കൊണ്ടുവരുന്നതായി സാധനങ്ങളൊക്കെ അല്ലേ. ഇതിനെ പുറമേന്ന് കാണുമ്പോഴുള്ള രുചി മോഹിച്ചിട്ട് ഇപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ അത്താഴം ഉണ്ടാക്കലില്ല എന്നാണ് പലയിടത്തും പറയുന്നത്. എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോൾ പലയിടത്തും എനിക്കൊരു പ്രാവശ്യം എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടായുള്ളൂ. പലയിടത്ത് വായനയ്ക്ക് എന്ന സമയത്ത് ഒരു വീട്ടിൽ അവരെന്നും എന്നെ വിളിക്കും അത്ര.
ഞങ്ങളുടെ വീട്ടിൽ വന്ന് ഇന്ന് ആഹാരം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ അവർ ഇവിടെ ആഹാരമൊക്കെ ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തേ സമ്മതിക്കില്ല. ഒരു ദിവസം ചെന്നപ്പോൾ ഇതുപോലെ ദോശയും ചട്നിയൊക്കെ തന്നു വൈകുന്നേരം. അപ്പോൾ ഞാൻ കഴിച്ചപ്പോൾ എനിക്കൊരു വല്ലായ്മ തോന്നി. പിറ്റേ ദിവസം അവർ പറഞ്ഞു എൻ്റെ വീട്ടിൽ തന്നെ വന്ന് ആഹാരം കഴിച്ചാൽ മതി എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം ചെന്ന് കഴിഞ്ഞപ്പോൾ അത് വേറൊരു തരത്തിലാണ് അത്ര ദോശ ഇരിക്കുന്നത്. ഞാൻ ചെന്ന് ഈ ദോശ ഇങ്ങനെ ഇരിക്കുന്നത് അത് ഇന്നലത്തെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, ഇന്നലെ ഫ്രിഡ്ജിൽ വെച്ചതാണ് അത്ര. അപ്പോൾ അവർ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നു. വെറുതെ പറഞ്ഞല്ല കേട്ടോ, അവർ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വെച്ചിരുന്നതാണ് അത്ര. ഞാൻ പറഞ്ഞു ഇനി എന്നെ വിളിക്കണ്ട കേട്ടോ, കടയിലെ സാധനം കഴിക്കാനാണെങ്കിൽ ഞാൻ അവിടെ പോയി കഴിച്ചാൽ മതിയല്ലോ. അപ്പോൾ എന്തിനപ്പോൾ ഇതിങ്ങനെ തരണതെന്ന് ചോദിച്ചാൽ അങ്ങനെയാണ്. അപ്പോൾ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആ തലത്തിലേക്ക് നമ്മളായി തീർന്നതാണ്. വേറൊരിടത്ത് ചെന്നപ്പോഴും ഇതേപോലെ തന്നെയായിരുന്നു. മഹാത്മത്തിന് ചെന്ന് കഴിഞ്ഞപ്പോൾ ഒരു വീട്ടിലായിരുന്നു ആഹാരം. അന്ന് മാമ്പഴപ്പുളിശ്ശേരിയൊക്കെ ഉണ്ട് അത്ര. ഊണ് കഴിക്കാൻ നല്ല മാമ്പഴപ്പുളിശ്ശേരി ഉണ്ട്, കഴിച്ചോളൂ എന്ന് പറഞ്ഞു. കഴിച്ചു അത്ര. പിറ്റേ ദിവസം വൈകുന്നേരം അവിടെ നിന്ന് കഴിക്കണുള്ളൂ. വൈകുന്നേരം അവിടെ ചെന്നപ്പോൾ ഈ മാമ്പഴപ്പുളിശ്ശേരി തന്നെ. 4 ദിവസമായപ്പോൾ ഞാൻ അമ്മയോട് വെച്ച് മാമ്പഴപ്പുളിശ്ശേരി മാറ്റാറായില്ല അമ്മ, വേറെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ട് വല്ലതും കഴിക്കാനുണ്ടെന്ന് വെച്ചു. അല്ല ഞാൻ അന്ന് ഉണ്ടാക്കി വെച്ചതാണ്, 7 ദിവസത്തേക്കൊന്നും ഒരു കേടും വരില്ലാന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ മാമ്പഴമൊക്കെ ഇങ്ങനെ നടന്നു വന്ന് തുടങ്ങിയത്ര. അതുകൊണ്ട് ഞാൻ പതുക്കെ നിർത്തി. അതൊക്കെ ഉണ്ടായ സംഭവങ്ങളൊന്നും പറയണമെന്നല്ല. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാവിനെ എല്ലാത്തിനും മടിയായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഇതേപോലെ ഓരോ സാധനങ്ങളൊക്കെ ഇപ്പോൾ ഓർഡർ ചെയ്താൽ മതിയല്ലോ. ഇന്ന് കുത്തി വിളിച്ചാൽ സാധനം മുറ്റത്ത് വന്നു, നമ്മളെടുത്ത് കഴിച്ചാൽ മതി. ഏതഴുക്കിന്ന് എവിടുന്നാണ് കൊണ്ടുവരണമെന്ന് അറിയില്ല. രോഗങ്ങൾ അത്രയേ കൂടിയില്ലേ നമുക്ക്. എന്ത് സ്വാദിഷ്ടമായ ഭക്ഷണം വേണമെങ്കിലും വിളിച്ചു പറഞ്ഞാൽ അപ്പം കൊണ്ടു തരണം അല്ലേ. എന്തെല്ലാം അതിൽ ചേർത്തിട്ടുണ്ട്, എന്തൊക്കെ അഴുക്കായിട്ട് ചേർത്തിരിക്കുന്നത് ഒന്നും നമുക്കറിയില്ല എന്നാണ്. അപ്പോൾ ഈ മീനിനെ കണ്ട് പറയുകയാണ് നമ്മളോട് ദത്താത്രേയൻ പറഞ്ഞു, മീനിനെ പോലെ ആവരുത്, ഇതിൻ്റെ പിന്നിലുള്ള അപകടത്തിനെ കണ്ടെത്തണം, അങ്ങനെ ആവരുത് എന്ന് പറയാം. ആനയെ പോലെ ആവരുത്, സ്പർശന സുഖം മോഹിച്ച് പിടിയാനകളോടൊപ്പം മുട്ടി ഒരുമി നടക്കാനാണ് ആനകൾക്ക് ഇഷ്ടം. എപ്പോഴും കൂട്ടമായിട്ടാണ് ആനകൾ നടക്കുക. അതിനെയാണ് നമ്മുടെ ആൾക്കാർ പറഞ്ഞത് 4 കിലോമീറ്റർ മാറി നിർത്തിക്കോളൂ എന്ന് പറഞ്ഞത്. അപ്പോൾ അവർ പൊടിക്കാണ്ട് നിർത്തുകയാണ്. ആനയ്ക്ക് എപ്പോഴും ഇഷ്ടം ഇങ്ങനെ മുട്ടി ഒരുമി നിൽക്കാനാണ് അത്ര. നമ്മുടെ ഭരണാധികാരികൾക്ക് അറിയില്ലല്ലോ ഈ സാധനം ഇങ്ങനെ നടക്കണമെന്ന്, അവരനുഭവിക്കുന്നില്ലല്ലോ അതിൻ്റെ വിഷമം. അപ്പോൾ എന്തുണ്ടാകുന്നു, വേഗം ആ കുഴിയിൽ ചാടി അതിനെ ചെങ്ങലക്കിട്ട് കൊണ്ടുപോകണ കാഴ്ച നമ്മൾ കാണുമ്പോൾ സങ്കടം തോന്നും, എത്രയോ വേദന അനുഭവിക്കണം. അപ്പോൾ അതുപോലെ ആവരുത്. ഇങ്ങനെ കുറേ ആളുകളെയൊക്കെ ഇവിടെ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു അവസാനം പറഞ്ഞ എന്താണെന്നറിയോ, ഈ മനുഷ്യ ശരീരത്തിനെ പഠിക്കണം എന്ന് പറയുക. ഇളൻ എന്ന പേരായിരിക്കുന്ന ഒരാളെ പറഞ്ഞു. അപ്പോൾ അയളൻ എന്നാണ് അദ്ദേഹത്തിനെ വിളിക്കുക. ശരിക്കുള്ള പേര് പുരുവിടവസ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇളയുടെ പുത്രനായതുകൊണ്ട് ഇളൻ, അയളൻ എന്നൊക്കെ പേര് വിളിക്കും. അപ്പോൾ പുരുവിടവസിൻ്റെ ഭാര്യയാണ് ഉർവശി. ഉർവശിയുടെ കഥ നമ്മൾ പറഞ്ഞു സംശയമുണ്ട്. ഉർവശിയാണ് ലോകസുന്ദരിയാണ് അത്ര ഉർവശി. കാരണം നരനാരായണന്മാർ ദേവീഭാഗവതത്തിലാണ് അതിൻ്റെ കഥ പറയേ. നരനാരായണന്മാർ ബദരിയിൽ നിന്ന് കുറേ കാലം തപം ചെയ്തു അത്ര. അപ്പം തപം ചെയ്തപ്പോൾ ഇന്ദ്രന് തോന്നി ഇവർ തപം ചെയ്ത് എൻ്റെ സ്ഥാനം പോയാലോ. ഇന്ദ്രൻ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കുറേ പെണ്ണുങ്ങളെ അങ്ങോട്ട് പറഞ്ഞയച്ചു എന്നാണ് തപസ് ഇളക്കാനായിട്ട്. വേഗം അവർ പിന്നെ തപസ് ചെയ്യില്ലല്ലോ, അതുകൊണ്ട് തപസ് ഇളക്കാൻ അവർ മതി. വേഗം തപസ് ചെയ്യാനായിട്ട് അവരവിടെ വന്ന് പല ഡാൻസ് കളിക്കാൻ തുടങ്ങി. ഒരു ദിവസം നരനാരായണന്മാർ കണ്ണു നോക്കുമ്പോൾ കുറേ സ്ത്രീകൾ ചുറ്റും കിടന്ന് നൃത്തം ചവിട്ടുന്നു. വേഗം ചോദിച്ചു നിങ്ങൾ ആരാണെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇന്ദ്രൻ പറഞ്ഞയച്ചിട്ട് വന്നതാണെന്ന് പറഞ്ഞത്ര. ഇത് കേട്ടോടുകൂടി നാരായണൻ എന്ത് ചെയ്യുമെന്നറിയോ, തൻ്റെ ഊരുവിലത്തോടയിൽ ഒരൊറ്റ അടി അടിച്ചു എന്നാണ്. അടിച്ചപ്പോൾ അതിൽ നിന്ന് ഒരു വേൾഡ് സുന്ദരി പുറത്തേക്ക് വന്നു. അവളുടെ പേരാണ് ഉർവശി. ഊരുവിൽ നിന്നുണ്ടാവുക കാരണം ഉർവശി എന്ന് പേര് വന്നു. നല്ല സുന്ദരി കുട്ടി. അവളെ അങ്ങോട്ട് കണ്ടപ്പോൾ ബാക്കിയുള്ള പെണ്ണുങ്ങളൊക്കെ തലതാഴ്ത്തി, ഇത്ര സൗന്ദര്യം ഞങ്ങൾക്കൊന്നുമില്ല. ഇന്ദ്രൻ ഇത് മുകളിൽ നിന്ന് കണ്ടു അത്ര. കണ്ടപ്പോഴാണ് ഹായ് നല്ലൊരു സാധനം വന്നിട്ടുണ്ടല്ലോ. അതുകൊണ്ട് പറഞ്ഞു ഈ 16,100 എണ്ണം ഇവിടെ വന്നോട്ടെ, എനിക്ക് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞ് മൂപ്പര് അയാളെ കൊണ്ടുപോയി അത്ര. അപ്പോൾ ആ ഉർവശിയെ പിന്നെ ആര് മോഹിച്ചു എന്നറിയോ, ഈ അയാളെ മോഹിച്ചു എന്നാണ്. അയാളെ കല്യാണം കഴിച്ചു ഇവിടെ കൊണ്ടുവന്നു. 6 മക്കളൊക്കെ ഉണ്ടായി. മക്കളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവൾ പറഞ്ഞു ചേട്ടാ ഇനി ഞാനിവിടെ നിൽക്കില്ല, ഞാൻ എൻ്റെ ലോകത്തിലേക്ക് പോവാണെന്ന് പറഞ്ഞ് അവളെങ്ങനെ അവളുടെ ലോകത്തിലേക്ക് പോയി. ഈ പുരൂരവസ്ഥ എന്ന അയാളൻ എന്ത് ചെയ്യുമെന്നറിയോ, നിന്നെ കണ്ടത് മതിയായില്ല, നിന്നോടൊപ്പം ജീവിച്ചത് മതിയായില്ല, ഞാനും ഉണ്ട് നിൻ്റെ ലോകത്തിലേക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു എൻ്റെ ലോകത്തിലേക്കൊന്നും ചേട്ടന് വരാൻ പറ്റില്ല, ചേട്ടൻ ഇവിടെ ഭൂമിയിൽ ഇരിക്കുക ഭേദം. അതുമാത്രമല്ല അങ്ങ് എന്താണ് എൻ്റെ ശരീരത്തിൽ നന്മയായിട്ട് തോന്നുന്നത് എന്നാണ്. ഏതൊരു ഭാഗത്താണ് അങ്ങ് സൗന്ദര്യം കണ്ടത്? ഞാൻ സുന്ദരിയാണെന്ന് അങ്ങ് പറഞ്ഞുല്ലോ, ഏത് ഭാഗത്താണ് സൗന്ദര്യം?
തലമുടി ഇങ്ങനെ പനങ്കല പോലെ കിടക്കുന്നുണ്ട് അല്ലേ, കാണാൻ നല്ല ഭംഗിയാണ്, കെട്ടിവെക്കാനും ഒക്കെ നല്ലതൊക്കെയാണ്. മഹാലക്ഷ്മിയാണെന്ന് പറയുക, സ്ത്രീകളുടെ തലമുടി മഹാലക്ഷ്മിയാണെന്ന് പറയും. അപ്പോൾ ഇതൊക്കെ നമുക്ക് പറയുമെങ്കിലും അതൊരെണ്ണം ആഹാരത്തിൽ വീണാൽ എന്തായിരിക്കും, അപകടമായില്ലേ? നമ്മളിവിടെ പൂ ഉണ്ടാക്കുമ്പോൾ അതിലൊരു തലമുടി നേരം പിന്നെ പൂ എടുക്കാൻ പറ്റുമോ നമുക്ക് അല്ലേ? വീട്ടിൽ മുറിച്ചിട്ട് ആ പഴയ മുത്തശ്ശിമാരെ അടുക്കി കൊല്ലും. എന്താണെന്നറിയോ, കുടുംബം മുടിയാൻ വേറെ ഒന്നും വേണ്ടാന്നാണ്. ഇപ്പം നല്ലതാണെങ്കിലും എത്ര അഴുക്കാന്ന് ആലോചിച്ചോളൂ അല്ലേ, കാണാനുള്ള ഭംഗിയുള്ളൂ. കണ്ണ് കണ്ടാൽ എന്തൊരു ഭംഗിയാണ്. മീനാക്ഷി, പങ്കജാക്ഷി, നളിനാക്ഷി എന്നൊക്കെ പേര്. അത് തുറന്ന് മുമ്പിൽ വെച്ചാൽ പിന്നെ നമ്മൾ ഒരാഴ്ചത്തേക്ക് ഉണയിക്കില്ല, കണ്ടാൽ പേടിയാവും. അത്രമാത്രം ഭയാനകമാണ് നമ്മുടെ കണ്ണ് കണ്ടാൽ അല്ലേ. ഇനി പുറമേ കാണുന്ന തൊലി കണ്ടാൽ എന്തായിരിക്കും, ഇങ്ങനെ പൂവമ്പഴം പോലെ ഇരിക്കും. ചെത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അപ്പോഴാണ് നമുക്ക് അറപ്പ് വരിക അല്ലേ. എത്രമാത്രം വൃത്തികേടാണ്. നഖം കണ്ടാൽ പോളിഷ് ചെയ്ത് കൊണ്ടു നടക്കണതാണ്. അടുത്തേക്ക് നാൾ നഖം കടിക്കണ കണ്ടാൽ നമ്മൾ എന്ത് പറയും, വൃത്തിയായിട്ടാണ് അടുത്തേക്ക് നഖം കടിച്ചുകൊണ്ടിരിക്കുകയാണ് അത്ര. നമുക്ക് എന്താണ് അറപ്പാ തോന്നാം, നഖം മുറിച്ചെടുത്താൽ കുടുംബം മുടിയില്ലേ. അപ്പോൾ ആ എത്ര അഴുക്കാന്ന് ആലോചിച്ചോളൂ പുറമേ കാണുന്ന സാധനങ്ങളൊക്കെ. ഇനി അകത്തേക്കുള്ളത് വീട്ടിൽ പോയിട്ട് ആലോചിച്ചാൽ മതി. ഉച്ചകഴിഞ്ഞ് വേറെ പരിപാടിയൊന്നുമില്ലല്ലോ, വായനയൊന്നുമില്ല. അപ്പോൾ വീട്ടിൽ പോയിട്ട് ആലോചിക്കുക. ഉള്ളിലുള്ള ഊന്നീര് മുളയ്ക്ക് കിഴപ്പോട്ടേക്ക് ഉള്ളിലേക്കുള്ളതൊക്കെ ഒന്ന് ആലോചിച്ചാൽ പിന്നെ നമുക്ക് ആഹാരം അവിടെ പാവങ്ങൾ ഉണ്ടാക്കുക, നമുക്ക് കഴിക്കണ്ടേ, അത് കഴിക്കാൻ പറ്റില്ല. അത്രമാത്രം വേസ്റ്റ് നിറഞ്ഞിരിക്കുന്നു. മലമൂത്രങ്ങളും രക്തവും കഫവും പിത്തവും വാദവും എല്ലും മുട്ടിയും മാംസവും അല്ലേ, എന്തെല്ലാം വൃത്തികേടാന്ന് ആലോചിച്ചോളൂ. ഇത് ഉള്ളിലുള്ളത് പുറത്തേക്ക് വന്നാൽ നമുക്ക് അറപ്പായില്ലേ. എന്തിനു പറഞ്ഞു, ഒരു പശു അവിടെ ചത്ത് കിടക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണാവോ അതിന് പറ്റിയതെന്ന് പറഞ്ഞാൽ അതിനെ കണ്ടിട്ട് ആ വഴി കൂടെ നമുക്ക് പോകാൻ ഒരു കുഴപ്പമില്ല. ഒരു മനുഷ്യൻ്റെ കൈ കിടക്കേണ്ട അത്ര അവിടെ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിൽ പോവാം. ഈ പാടം ചാടി നമ്മൾ അവിടേക്ക് പോകും. കാരണം എന്താണെന്നറിയോ, നമുക്ക് ഭയമാണ് അല്ലേ. അത്രമാത്രം ഭയപ്പെടുത്തുന്നൊരു സാധനമാണ് നമ്മുടെ ശരീരം എന്ന് പറയുന്നത്. ശ്രീബുദ്ധൻ ഒരിക്കൽ തൻ്റെ ആ ശിഷ്യന്മാരോടൊപ്പം ഇങ്ങനെ പോകുന്ന സമയത്ത്, ബുദ്ധനല്ല അശോക ചക്രവർത്തി, അദ്ദേഹം ഇങ്ങനെ പോകുന്ന സമയത്ത് ആ ബുദ്ധ സന്യാസിമാരെ കണ്ടു. അത്ര സന്യാസിമാരെ കണ്ട സമയത്ത് അദ്ദേഹം കിരീടം അഴിച്ചു വെച്ചിട്ട് ആ സന്യാസിമാരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. അപ്പോൾ കൂടെയുള്ള മന്ത്രിമാർ പറഞ്ഞു, അങ്ങ് ചക്രവർത്തിയല്ലേ, ഈ സന്യാസിമാരുടെ മുമ്പിൽ അങ്ങേക്ക് നമസ്കരിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു. അത്ര അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എങ്ങനെ ആയാലും നമുക്ക് ഈ ശിരസ് തന്നിരിക്കുന്നത് എന്തിനാണ്, ഇത് നമസ്കരിക്കാനുള്ളതാണ്. ഇതില്ലെങ്കിൽ ഇതുകൊണ്ട് എന്ത് ഗുണം എന്ന് പറഞ്ഞത്രേ. അത് അവർക്ക് മനസ്സിലായില്ല. പറഞ്ഞു, പോയിട്ട് ആ മാർക്കറ്റിൽ പോയിട്ട് അവിടെ ആടിനെയൊക്കെ കൊല്ലണ്ടാവുമല്ലോ, 2 ആടിൻ്റെ ശിരസ് കൊണ്ടുവരാൻ പറഞ്ഞു. മന്ത്രിമാർ പോയി 2 ആടിൻ്റെ ശിരസ് മുമ്പിൽ കൊണ്ടുവച്ചു. എന്നിട്ട് പറഞ്ഞു, അപ്പുറത്ത് ശ്മശാനത്തിൽ പോയിട്ട് ഒരു മനുഷ്യൻ്റെ തലയോട്ടി എടുത്തുകൊണ്ടുവരാൻ പറഞ്ഞു. തലയോട്ടി എടുത്തുകൊണ്ട് വന്നു അത്ര. അപ്പോൾ എന്നിട്ട് പറഞ്ഞു, ഇത് ആർക്കെങ്കിലുമൊക്കെ കൊടുത്തിട്ട് വിറ്റിട്ട് വരാൻ പറഞ്ഞു അത്ര മന്ത്രിമാരുടെ. അവർ കൊണ്ടുവന്നപ്പോൾ എന്താ, ആടിൻ്റെ തല വാങ്ങിക്കാൻ ആൾക്കാരുണ്ടായി. ഈ മനുഷ്യൻ്റെ തലയോട്ടി കണ്ടപ്പോഴും ആൾക്കാർ ഓടാൻ തുടങ്ങി അല്ലേ. നമ്മുടെ ആണെങ്കിലും തിലകം ചാർത്തി ഏതിനു മഴകായി പല നാൾ പോറ്റിയ പുണ്യശിരസേ ഉലകം വെല്ലാൻ ഉഴറിയ നീയോ വിലപിടിയാമൊരു തലയോടായി ആത്മവിദ്യാലയമേ. എന്ത് ഭംഗിയാണുള്ളത് നമ്മുടെ ശിരസിന് അല്ലേ. നമ്മൾ സ്വയം തീരുമാനിക്കുകയാണ് ഇതൊക്കെ കേമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തേ ഇതിന് ഗുണമുള്ളത്, യാതൊരു ഗുണമില്ല എന്നർത്ഥം. മരിക്കുന്നത് വരെ നമുക്ക് സ്നേഹം കൂടുതലാണ്. മരിച്ചു കിടക്കുന്ന ആളുടെ അടുത്തൊന്നും ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ മതി. എൻ്റെ അച്ഛനാണെങ്കിലും മരിച്ചു കിടക്കുന്ന കാണുമ്പോൾ ഒറ്റയ്ക്ക് ഇരിക്കാൻ പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്ക് ആരെങ്കിലും വന്നിരിക്കുക, അല്ലെങ്കിൽ എനിക്ക് പേടിയാവും, പ്രേതം വേദനയ്ക്ക് കയറിയാലോ എന്നാണ്. പശു എത്താലും പൂച്ച എത്താലും നായി എത്താലും നമുക്ക് അടുത്തിരിക്കാൻ ഒരു മടിയില്ല അല്ലേ. അപ്പോൾ എന്തേ നമുക്കത് കാണുന്നത്, മറ്റുള്ള മൃഗങ്ങളിൽ നിന്നൊക്കെ അത്രയും ഭയാനകമാണ് നമ്മുടെ ഈ ശരീരം. പക്ഷേ അത്രയും മോശവും. നമ്മളതുകൊണ്ടല്ലേ ഈ മേക്കപ്പ് ചെയ്യണത് മുഴുവനും. ശരീരം എങ്ങനെയെങ്കിലും ഒന്ന് സുന്ദരനും സുന്ദരിയാക്കാൻ നമ്മൾ കഷ്ടപ്പെടുന്നു. മറ്റുള്ളവർക്ക് അതിൻ്റെ ഒന്നും ആവശ്യമൊന്നുമില്ല. ഒരാട്ടിൻകുട്ടിയെ, ഒരു മാൻകുട്ടിയെ, ഒരാണിക്കുട്ടിയെ, ഒരു പൈക്കുട്ടിയെ എന്തിനെ കണ്ടാലും ഒരു തത്തയോ മൈനയോ ഒക്കെ നോക്കിക്കോളും. മയിലിടെ നടക്കണ്ടല്ലേ, ഇങ്ങനെ കണ്ട് നോക്കി നിൽക്കില്ലേ, എന്തൊരഴകാ അതിനെ കൊടുത്തിരിക്കണത്. അങ്ങനെ ഇതിലെ പോകുന്ന ഒരാളെ നോക്കിമ്പോൾ നോക്കി നിൽക്കാറുണ്ടോ? നോക്കണമെന്നല്ല, ഇട കടത്തിയിരുന്ന മാലച്ച് എവിടെ നിന്ന് കിട്ടിയാവുമെന്ന് നോക്കുക. അല്ലാതെ കണ്ട് നമ്മൾ അഴകൊന്നും നമ്മൾ നോക്കാതെ പതിവില്ല. നമ്മുടെ നോട്ടം മുഴുവനും അത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ മറ്റുള്ള ഭൗതികമായിട്ടുള്ളതൊക്കെ നോക്കുമ്പോഴും എന്ത് സൗന്ദര്യമാണ് നമുക്കുള്ളതെന്ന് ചോദിച്ചാൽ നമുക്ക് സൗന്ദര്യമില്ല എന്നാണ്. ഭഗവാൻ
ഈ പ്രപഞ്ചത്തിലെ സകല ജീവരാശികൾക്കും ഒരു കാക്കപ്പൂവാവട്ടെ, ഇനി മുക്കൂറ്റി ഉണ്ടായി നിൽക്കാൻ പോവാ അല്ലേ, മുക്കൂറ്റി എങ്ങനെ ആ പ്രകാശിച്ച് നിൽക്കുമ്പോൾ എന്തൊരഴകാ അതിനെ കാണാനായിട്ട്. കാക്കപ്പൂവോ മുക്കൂറ്റിയോ എന്തിനു പറഞ്ഞു, ഒരു കാക്കയെ കണ്ടാൽ പോലും അതിന് പോലും എന്തൊരു ഭംഗിയാണ് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്കൂടെ ഇങ്ങനെ എന്താ മൈനയൊക്കെ ഇങ്ങനെ കൊത്തി നടക്കണം, ആ മൈനയൊക്കെ ഇങ്ങനെ നോക്കി നിൽക്കാം നമുക്ക്. ഇതിനെല്ലാം അഴക് ഭഗവാൻ വാരി വാരി കൊടുത്തു. ഒരു ചിത്രശലഭത്തിന് പോലും അല്പം പോലും അഴക് തരാത്ത ഒരേ ഒരു ജന്തു ആരാന്നറിയോ? അതാരാ? ഓർക്കണം, പറയണം, നമ്മൾ മാത്രമേ ഉള്ളൂ അല്ലേ. അതുകൊണ്ടാണ് നമ്മൾ ഈ വേഷം കെട്ടണതേ. അവർക്കൊരു വേഷം കെട്ടണ്ട, അവർ കണ്ണാടിയും നോക്കാറില്ല. പക്ഷേ നമ്മളിതൊക്കെ നോക്കിയിട്ട് നമ്മുടെ കോലം കണ്ടാൽ മതി. ഒരു കുളി കഴിഞ്ഞാൽ പരിപാടി തീർന്നു അത്ര. ഇപ്പോൾ പെയിൻറ്റിങ്ങും കൂടെ തുടങ്ങിയപ്പോൾ പൂർത്തിയായി. നമുക്ക് അത്രയും അഴുക്ക് പിടിച്ചതാണ് ഈ ശരീരം. ഒരു നേരം കുളിച്ചില്ല എന്ന് വിചാരിച്ചിട്ട് പശുവിൻ്റെ പാൽ കുടിക്കാണ്ടിരിക്കേണ്ട നമ്മൾ. ഒരു കുഴപ്പമില്ല, കുളിപ്പിച്ചാലോ കുഴപ്പം. ആടിനെ കുളിപ്പിച്ചിട്ടാണോ പാൽ കുടിക്കണത്? എൻ്റെ തലയിൽ വെള്ളം വീണാൽ അത്രേ ചത്തു. അതുകൊണ്ട് കുളിപ്പിക്കാണ്ട് പാൽ കുടിക്കണില്ലേ? നമ്മൾ ഒരു നേരം കുളിക്കാണ്ട് അടുത്ത് വന്നിരിക്കട്ടെ, മാറിയിട്ട് വയ്യ കുന്തം കുളിക്കാണ്ട് വന്നിരിക്കണമെന്ന് പറയും അല്ലേ. അപ്പോൾ അത്രമാത്രം വൃത്തികെട്ടതാണ് ഈ ശരീരം. പക്ഷേ ഈ ശരീരം കൊണ്ട് മാത്രമേ എന്ത് പറ്റുള്ളൂ? ആ സുന്ദരനായിരിക്കുന്ന ഭഗവാനെ ധ്യാനിക്കാൻ പറ്റുള്ളൂ. മറ്റു മൃഗങ്ങൾക്കൊന്നും പറ്റാത്തത് നമുക്കേ പറ്റുള്ളൂ. അപ്പോൾ ഈ ശരീരം കൊണ്ട് നമുക്ക് എന്ത് വേണം? നമ്മുടെ ഉള്ളിലിരിക്കുന്ന ആത്മസ്വരൂപത്തിന് ഈശ്വരനെ പൂജിക്കണം. അതിനാണ് ക്ഷേത്രപൂജകളെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞല്ലേ. ഇപ്പം എന്താണ് ക്ഷേത്രപൂജ? ക്ഷയാർത്ഥായതേ ഇത് ക്ഷേത്രം. ഈ കാണുന്ന ക്ഷേത്രത്തിൻ്റെ പേരെന്താണെന്നറിയോ? ക്ഷയാർത്ഥായതേ. മനസ്സിനേക്കുന്ന ക്ഷയങ്ങളെ തീർക്കുന്നതാണ്, അതിൽ നിന്ന് രക്ഷിക്കുന്നതുകൊണ്ടാണ് ഇതിന് ക്ഷേത്രം. ഈ ശരീരത്തിനും ക്ഷേത്രം എന്ന പേര്. അതെന്താ പേര്? ക്ഷീയതേ ഇത് ക്ഷേത്രം. ഇത് ക്ഷയിക്കുന്നത് കൊണ്ട് ഇതിനും ക്ഷേത്രം എന്ന പേര് പറയാം. വിദ്യാലയത്തിനും ക്ഷേത്രം എന്നാ പറയാം. നെൽപ്പാടങ്ങൾക്കും ക്ഷേത്രം എന്ന പേര് പറയാം അല്ലേ. അപ്പം ക്ഷേത്രം എന്ന വാക്കിന് എത്ര അർത്ഥങ്ങളുണ്ടെന്നറിയോ? അപ്പം അതേപോലെ ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയതേ എന്ന് ഭഗവാൻ ഗീതയിൽ പറഞ്ഞു. ഈ ശരീരത്തിനെയാണ് ക്ഷേത്രം എന്ന് പേര് പറയാം. ഇത് നശിക്കുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഭഗവാനെ പൂജിക്കുന്നത് എവിടെയായിരിക്കണം? എൻ്റെ ഉള്ളിൽ, എൻ്റെ ഹൃദയത്തിൽ അല്ലേ. എപ്പോഴും നമ്മുടെ ഹൃദയത്തിൽ വെച്ച് കണ്ണനെ നമുക്ക് പൂജിക്കാറാവണം. പൂജിക്കുക മാത്രമല്ല, കണ്ണനോട് ഭഗവാനോട് എന്തേ പ്രാർത്ഥിക്കേണ്ടത്? ശിരോമൽ പാതയോ ഖൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാന്നവാൽ. ഭഗവാനോട് പറയേണ്ടത് ഈ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കണമെന്നാണ്. നമ്മൾ ചോദിക്കാത്തത് അത് മാത്രമേ ഉള്ളൂ. കാരണം നമുക്ക് അങ്ങനെ ഇല്ലല്ലോ. നമ്മളിപ്പോഴൊന്നും പോകുന്നില്ല. തേവർ പോയാലും ഞാൻ പോവില്ല. അതാണ് നമ്മുടെ ഭാവം. പറയേണ്ടത് ഭഗവാനോട് ഒന്ന് മാത്രമാണ്. ശിരോമൽ പാതയോ ധൃത്വാ ബാഹുഭ്യാം ച പരസ്പരം പ്രപന്നം പാഹി മാമീശ ഭീതം മൃത്യുഗ്രഹാന്നവാൽ. ഈ മരണഭയത്തിൽ നിന്ന് രക്ഷിക്കണേ എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ധവന് വേണ്ട ഉപദേശങ്ങളൊക്കെ പൂർത്തിയാക്കി ഭഗവാൻ ഉദ്ധവനെ ബദരിയിലേക്ക് യാത്രയാക്കി. ആ ഭഗവാന്റെ പാദുകങ്ങൾ പട്ടിൽ പോയിന് ശിരസിൽ വെച്ചുകൊണ്ട് തതസ്ഥ മന്ദഹ്യതി സന്നിവേശ്യ ഭഗവാന്റെ മനോഹരമായിരിക്കുന്ന രൂപത്തിനെ തൻ്റെ ഹൃദയത്തിൽ നനച്ചുകൊണ്ട് കണ്ണീരൊഴുക്കിക്കൊണ്ട് ബിഭ്രൻ നമസ്കൃത്യ പുനഃ വീണ്ടും വീണ്ടും ഭഗവാനെ പ്രദക്ഷിണം വെച്ച് നമസ്കരിച്ചുകൊണ്ട് നമോസ്തുതേ മഹായോഗിന് പ്രപന്നമനുഷാധിമാ യഥാത്വല്ലതരണാംഭോജേ ഋതിസ്യാൽ അണതായിനി. സർവേശ്വര മഹായോഗീശ്വരനായിട്ടുള്ളവനെ, എൻ്റെ മനസ്സിതാ ഗംഗാനദി സമുദ്രത്തിലേക്ക് എന്നതുപോലെ ആ പാദത്തിലേക്ക് എത്തിച്ചേരണേ എന്ന് പറഞ്ഞുകൊണ്ട് ഹരേയകാൽഗതി നടന്ന് 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 അദ്ദേഹം ബദരിയിൽ പോയി ഇന്നും തപസ് ചെയ്യണമെന്ന് പറഞ്ഞു. ഭഗവാൻ എല്ലാവരോടും പറഞ്ഞു, പിണ്ടാരക തീർത്ഥക്കലയിലും ശംഖോദ്ധാരത്തിലൊക്കെ പോയി സൽക്കർമ്മം ചെയ്യൂ, വലുതായിരിക്കുന്ന ബ്രാഹ്മണശാപം അനുഭവിക്കാൻ പോകണു എന്നൊക്കെ പറഞ്ഞു. എല്ലാവരും അഹങ്കാരം മദ്യം സേവിച്ചുകൊണ്ട് ഏരകപ്പുള്ളികൾ പറിച്ച് അടിച്ച് മരിക്കണം കണ്ടപ്പോൾ ബലരാമസ്വാമി തൻ്റെ ശരീരം ഉപേക്ഷിച്ചു. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു ആൽവൃക്ഷത്തിൻ്റെ ചുവട്ടിൽ ആ പത്മാസനം ഇരിക്കുമ്പോൾ ഭഗവാന്റെ പൊണ്ണ് തൃപ്പാദങ്ങൾ ഒരു വേടൻ ആ വള്ളിപ്പടപ്പിൻ്റെ ഇടയിൽ കൂടെ കണ്ടപ്പോൾ അവന് തോന്നി മൃഗമാണെന്ന് വിചാരിച്ച് അവൻ മനസ്സാകുന്ന അമ്പ എഴുതുന്നാണ്. അല്ലാണ്ട് മറ്റൊരു ശരം കണ്ണൻ്റെ പാദത്തിലേക്ക് എഴുതില്ല. മനസ്സാകുന്ന ശരം എഴുതോടുകൂടി അവൻ മൃഗത്തിനെ പിടിക്കാൻ വരുമ്പോൾ ഭഗവാന്റെ തൃപ്പാദത്തിൽ ആ അമ്പ് കൊണ്ടിരിക്കുന്നതായിട്ട് കണ്ടു.
പേടിച്ചുകൊണ്ട് അവൻ ഭഗവാന്റെ പാദത്തിൽ വീണ് നമസ്കരിച്ചപ്പോൾ ഭഗവാൻ പുഞ്ചിരിച്ചുകൊണ്ട് അവനെ പറഞ്ഞയച്ചു, നീ പൊക്കോളൂ, സുഹൃതികൾക്ക് മാത്രം ലഭിക്കുന്നതായിരിക്കുന്ന ആ സുഹൃതിനാം പദം, ആ വിഷ്ണുപഥത്തിലേക്ക്, വൈകുണ്ഠത്തിലേക്ക്, കുണ്ഠിതമില്ലാത്ത ലോകത്തിലേക്ക് നീ പൊക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ അദ്ദേഹത്തിനെ പറഞ്ഞയച്ചു. ഭാഗവതം അല്ലെങ്കിൽ ഭഗവാൻ നമ്മളോട് പറയാം, പണ്ട് ഭഗവാൻ ഇതേപോലെ ഒരു ഒളിയമ്പ് ചെയ്തു. ആരെയായിരുന്നു? ബാലിയെ അല്ലേ? അതിൻ്റെ ഫലം ഇപ്പം ഭഗവാനും എന്ത് കൊള്ളേണ്ടി വന്നു? ഒളിയമ്പ് കൊണ്ടു എന്നാണ്. ഇപ്പം നമ്മളോട് ഭാഗവതം പറയാം, എന്തുകൊണ്ട് ഞാൻ ഇതൊക്കെ അനുഭവിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്ത കർമ്മഫലമാണ് അല്ലേ? അല്ലാണ്ട് മറ്റൊന്നല്ല എന്നർത്ഥം. അല്ലാണ്ട് മറ്റൊരാൾ കാരണമോ ഗ്രഹങ്ങൾ കാരണമോ ഒന്നുമല്ല. നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മഫലമാണ്. മനഃപരം കാരണമാമനന്തി. നമ്മൾ ചെയ്യുന്ന നമ്മുടെ മനസ്സെങ്ങനെയാണോ അതേപോലെയാണ് നമുക്ക് കർമ്മങ്ങൾ വരിക. അപ്പോൾ മുമ്പ് ഭഗവാൻ ചെയ്തത് അവിടത്തേക്ക് വിട്ടു കഴിഞ്ഞിരിക്കണു. ബ്രഹ്മാദി ദേവന്മാരെല്ലാം ആകാശവീഥിയിൽ വന്ന് നിറഞ്ഞു. അവരുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകി. ഇനി കൃഷ്ണരൂപം എന്ന് കാണുന്നറിയില്ലല്ലോ. ആ കണ്ണനെ കൺകുളൊക്കെ കണ്ടുകൊണ്ടവരെല്ലാം കൈ ശിരസിൽ വെച്ചുകൊണ്ട് ഭഗവാന്റെ തിരുനാമം ജപിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭഗവാൻ പിതാമഹം വീക്ഷ്യ വിഭൂതിരാത്മനോ വിഭൂ സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേ നമീലയിൽ. തൻ്റെ വിഭൂതിയായിരിക്കുന്ന ബ്രഹ്മദേവനെ കണ്ടുകൊണ്ട് തൻ്റെ പത്മനേത്രങ്ങൾ പതുക്കെ 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 അങ്ങോട്ട് അടച്ചു. അതിൽ നിന്ന് ഒരു നീല വെളിച്ചം അതങ്ങനെ ഉയർന്നുയർന്ന് വേറെ എങ്ങും പോകാനില്ല. അവിടെ മുഴുവനും നിറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എവിടെയും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന ആ ഭഗവത് സ്വരൂപത്തിനെ കാണാൻ സാധിച്ചു. ആ നീലക്കല്ലിൻ്റെ പ്രകാശം കൊണ്ട് എവിടെയും നിറഞ്ഞു എന്ന് മാത്രമല്ല, പിന്നീട് കുറച്ച് സമയം കൂടി ഭഗവാന്റെ ദിവ്യമായിരിക്കുന്ന ആ സ്വരൂപം എല്ലാവരും കണ്ടു. പിന്നീട് ആ രൂപവും കൂടി മഹന്നങ്ങനെ പോയി കഴിഞ്ഞിരിക്കുന്നു. എവിടേക്കാണ് ഭഗവാൻ പോണത്? എവിടത്തേക്കും അവിടുന്ന് പോകാനില്ല. നിഷ്കമ്പേ നിത്യപൂർണേ, എന്നും പൂർണ്ണനായിരിക്കുന്ന ഈശ്വരന് എങ്ങും വരാനുമില്ല, എങ്ങും പോകാനുമില്ല. അവിടുത്തെ എന്നും ഇവിടെ നിറഞ്ഞു നിൽക്കണമെന്ന് നമുക്ക് കാണിച്ചു തരിക. അതുകൊണ്ട് ആ ഭഗവാൻ എന്ന് ഭഗവാൻ യാത്രയായോ അന്ന് മോൾക്ക് കലി ആരംഭിച്ചു. കലികാലത്തിലാണ് നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്നത് അല്ലേ? അപ്പോൾ ആ ഭഗവാൻ എന്ത് ചെയ്തു? ജനങ്ങൾക്ക് മനഃശാന്തി ഉണ്ടാവാൻ ഒരേ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. ഭാഗവത സ്വരൂപിയായിട്ട് ഭഗവാൻ അവതരിച്ചു. ഇന്ന് നമ്മുടെയൊക്കെ മടിയിൽ കയറിയിരിക്കണു ആരാ? ഭാഗവതമായിട്ട് ഭഗവാന്റെ വാങ്മയ സ്വരൂപമാണ്. അതുകൊണ്ട് ഇനി ഈ ജന്മത്തിൽ നമുക്കിനി ഭാഗവതത്തിനെ മാത്രമേ ആശ്രയിക്കാനുള്ളൂ. അത് മാത്രമേ നമുക്ക് രക്ഷയായിട്ടുള്ളൂ. ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. കിങ്ങിണി പതകമല്ല കൃഷ്ണ കങ്കണ കരയുകള, കുങ്കുമ പങ്കില വക്ഷസ്ഥലവര കുവലയദള നീല, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. വിധി നവനീത ഹരേ കൃഷ്ണ തരുണീ ചിത്തഹര, ജയ പാലയ ദാമോദര ഹരി തുളസീധാമ ഹരി, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. പൂന്താന പ്രിയകേ കൃഷ്ണ വൃന്ദാവന രസിക, പ്രേമിക ഭാവുക മണ്ഡല പൂജിത പാദ സരോജയുഗ, ദേവാ ജയ ജയ ഭാഗവത, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത, ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ, ജയ ജയ ഭാഗവത ദേവാ, ജയ ജയ ഭാഗവത. ജയ ജഗദീശ ഹരേ കൃഷ്ണ, ജയ ജഗദീശ ഹരേ,
ജയ ഗുരുമാരുത മന്ദിരനാഥ ജയ ജഗദീശ ഹരേ ദേവാ ജയ ജഗദീശ ഹരേ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ജയ ജയ രാധാ കൃഷ്ണ സ്വരൂപ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത ദേവാ ജയ ജയ ഭാഗവത. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. നല്ലൊരു ഗായകനാണ് നമ്മുടെ മേശാന്തി. ഇപ്പോൾ ഉണ്ണിക്കണ്ണനെ പോലെ തന്നെ നല്ലൊരു ഗായകനാണ് അദ്ദേഹം. അടുത്ത സമയത്താണ് നമ്മൾ അറിഞ്ഞത് ഇങ്ങനൊരു ഗായകൻ നമ്മുടെ കൂടെ ഉണ്ടായിട്ടാണ് നമ്മുടെ ഈ കാളരാഗം നീട്ടിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിന് അതിന് സമയം കിട്ടിയത്. കിട്ടിയ സമയം കൊണ്ട് ഒരു കീർത്തനെങ്കിലും പാടിയിട്ട് പോകണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് അദ്ദേഹം മുന്നിരിക്കുകയാണ്. അത് കേട്ടിട്ട് നമുക്ക് ബാക്കി വായിച്ച് അനുസ്മരിക്കാം. ഭാഗവതം പാടി ഭഗവാനെ തേടി ജന്മങ്ങളലയണം. ഭാഗവതം പാടി ഭഗവാനെ തേടി ജന്മങ്ങളലയണം. മാനവസേവ മാധവ പൂജയായി അങ്ങു കൈക്കൊള്ളേണം. അടിയനെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഭാഗവതം പാടി ഭഗവാനെ തേടി ജന്മങ്ങളലയണം. ജന്മങ്ങളലയണം. ഓരോ നിമിഷവും കൃഷ്ണലീലയിൽ മാനസം മുഴുകണം. ഓരോ നിമിഷവും കൃഷ്ണലീലയിൽ മാനസം മുഴുകണം. സാന്ദ്രമധുര മുരളീഗീതയാ നിർവൃതി അറിയണം. ഈ ജന്മം ധന്യമായി തീരേണം. ഭാഗവതം പാടി ഭഗവാനെ തേടി ജന്മങ്ങളലയണം. ജന്മങ്ങളലയണം. തിരുവുടൽ കണ്ടു കൈ വണങ്ങുമ്പോൾ നോവുകളകലേണം. തിരുവുടൽ കണ്ടു കൈ വണങ്ങുമ്പോൾ നോവുകളകലേണം. പാവനമാ തുളസീദളമാ പാദത്തിലടയണം. പാവനമാം തുളസീദളമായി ജന്മം പാദത്തിലണയണം. കണ്ണൻ്റെ പാദത്തിലണയണം. ഭാഗവതം പാടി ഭഗവാനെ തേടി ജന്മങ്ങളലയണം. ഭാഗവതം പാടി ഭഗവാനെ തേടി ജന്മങ്ങളലയണം. മാനവസേവ മാധവ പൂജയായി അങ്ങു കൈക്കൊള്ളേണം. അടിയനെ അവിടുന്ന് അനുഗ്രഹിക്കണം. ഭാഗവതം പാടി ഭഗവാനെ തേടി
ജന്മങ്ങളലയണം എൻ്റെ ജന്മങ്ങൾ അലയണം. മോഹനം മോഹനം എന്ന് മാത്രമേ പറയാനുള്ളൂ. മധുരം കണ്ണനെ പൂജിച്ച കണ്ണൻ കണ്ഠത്തിലിരുന്ന് പാടുന്നതാണ് അതൊക്കെ ഈ അനുഗ്രഹമാണ് നമുക്കൊക്കെ വേണ്ടത് അല്ലേ. ഇവിടെ പാടാനുള്ള കഴിവ് ഗുരുവായൂരപ്പൻ ഉള്ളിൽ തിളങ്ങുമ്പോഴേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ. നിങ്ങളെക്കൊണ്ട് ഞാൻ ഭഗവാനെ ഭജിക്കുന്നത് നല്ല വാക്കുകൾ നല്ല രാഗങ്ങൾ എല്ലാം മറ്റുള്ളവരുടെ മനസ്സിനെ അറിയിക്കുന്ന ആ ശബ്ദമൊക്കെ വരണമെങ്കിൽ ഭഗവാൻ നമ്മുടെ കണ്ഠത്തിൽ സരസ്വതി സ്വരൂപം തു നവമി വാതാലയേശ്വരം ഭഗവാൻ നമ്മുടെ കണ്ഠത്തിലുണ്ടാവണം. ഭഗവാൻ അദ്ദേഹത്തിനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ബാക്കി മാർക്കണ്ഡേയൻ്റെ ചരിത്രം നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ